Good afternoon. Good afternoon, teacher. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. വളരെ കുറച്ച് പാർട്ടിസിപ്പൻസ് ഉള്ളൂ. ന്യൂ ഇയർ ആഘോഷം ഇന്ന് ലീവാണെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഇന്ന് സ്കൂളില്ലല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാനും വിചാരിച്ചു, പിന്നെ മെസ്സേജ് ഒന്നും കാണാത്തോണ്ട് കയറിയതാണ്. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് അങ്ങനെ ഓഫ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മെസ്സേജ് ഉണ്ടാവുമല്ലോ. ഞാനും ഇന്ന് അവധിയാണെന്ന് വിചാരിച്ചു. ഞാൻ പക്ഷെ കൺഫേം ചെയ്തു. എനിക്ക് മെസ്സേജ് ഒന്നും വന്നില്ലായിരുന്നു. എന്താ ടീച്ചർ പറഞ്ഞത്? കട്ടായി പോയി. ഞാനും ഇന്ന് ലീവാന്നൊക്കെ വിചാരിച്ചു. ഞാൻ പിന്നെ അത് എല്ലാവരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അതാണ് ക്ലാസ്സിൽ ആരും ഇല്ലാത്തത്. അതാണ്. ഓക്കെ. സോ നമുക്ക് ഈ മന്ത് ഹാഫ് ഒക്കെ ആവുമ്പോൾ ഇന്റേൺഷിപ്പിന് പോകാൻ പറ്റുമോ? നെക്സ്റ്റ് മന്ത് ഇന്റേൺഷിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് പാർട്ട് 2 എവിടെ വരെയായി? ഞാനല്ലേ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അതിന് മുമ്പുള്ള 4 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്റർ എടുത്തിട്ടേ ഉള്ളൂ, പിന്നെ 6th ചാപ്റ്റർ സൈക്കോളജി എടുത്തു. അതെ, പിന്നെ 5th ഞാൻ ലാംഗ്വേജ് എടുത്തോണ്ടിരിക്കണു അല്ലേ? അതെ, അതിന്റെ ഇടയിൽ 2nd, 3rd, 4th എടുത്തിട്ടില്ല തോന്നുന്നു. കാരണം നമുക്ക് ഇപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് പാർട്ട് 2 കഴിഞ്ഞ് പാർട്ട് 3 ഓൺഗോയിങ് ആവുന്ന സമയത്ത് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് നല്ലതുപോലെ ബെറ്റർ ഒന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമുക്ക് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും ഏറ്റവും പറ്റിയത് ആ ഒരു ടൈമിലാണ്. പാർട്ട് 3 എന്ന് പറഞ്ഞാൽ മോണ്ടിസോറി മെത്തേഡ് എന്താന്ന് നമ്മൾ അറിയുന്നതാണ് പാർട്ട് 3. പാർട്ട് 2 കുട്ടികളുടെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജും. ഇത് ഡെവലപ്മെന്റ് സ്റ്റേജസ് കഴിയുമ്പോൾ നമുക്ക് കുട്ടികളെ പറ്റി നല്ലൊരു ഐഡിയ, ചൈൽഡ് സൈക്കോളജി എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങളെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. മോണ്ടിസോറി മെത്തേഡും കൂടെ ആകുമ്പോഴേക്കും അവരിൽ ആ മെത്തേഡ് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതും നമുക്ക്, അതുകൊണ്ടാണ് ആ ഒരു പോർഷൻ ആവുമ്പോൾ പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത്. അല്ല മാം, ഞാൻ മിക്കവാറും അബ്രോഡ് പോകും. അപ്പൊ പിന്നെ നാട്ടില് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനുശേഷം അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇന്റേൺഷിപ്പ് ഒന്നും അവിടെ ആരും അലൗ ചെയ്യില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ്. എന്നാ പോന്നേ? ഏപ്രിൽ പകുതി ആകുമ്പോഴത്തേക്കും പോകും. നമുക്ക് എന്തായാലും മാർച്ചിന് മുമ്പ് ഇത് ചെയ്യുകയും വേണം അല്ലെ? കാരണം മാർച്ച് എനിക്കിപ്പം ബികോമിന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. 8th വരെ എനിക്ക് എക്സാം ഉണ്ട്. അപ്പം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ മോള് പഠിക്കുന്നത് ഒരു CBSE സ്കൂളിൽ. അവിടെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലെറ്റർ തരികയാണെന്നുണ്ടെങ്കിൽ വന്നോളൂ, എപ്പോ വേണമെങ്കിലും ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ ഒന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ പോയി തുടങ്ങുമ്പോഴേക്കും അപ്പൊ ഈ എന്ന് വരെ എക്സാം എന്ന് പറഞ്ഞാൽ ബികോമിന്റെ 8th നെക്സ്റ്റ് വെനസ്ഡേ വരെ. അപ്പൊ എന്തായാലും ജാനിലെ 2 വീക്ക് കഴിഞ്ഞിട്ടേ എന്തായാലും പോവുള്ളൂല്ലോ. അതെ. ആഫ്റ്റർ 10th ശേഷമായിരിക്കും പോകുന്നത്. അപ്പോഴേക്കും നമുക്ക്, എനിക്ക് തോന്നുന്നു ഡെവലപ്മെന്റ് സ്റ്റേജും സൈക്കോളജിയും ഒരുവിധമാകും. പിന്നെ ഞാൻ ഇൻ ബിറ്റ്വീൻ മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ചൊക്കെ ഞാൻ ഇടയ്ക്ക് പറയാം ക്ലാസ്സിൽ. അപ്പൊ എളുപ്പമായിരിക്കും, ചെയ്യാൻ എളുപ്പമായിരിക്കും. So we can start our class. So who is going to do prayer? ആരുമില്ലേ prayer? ഈ ആക്ച്വലി കോർഡിനേറ്റർക്ക് ആരുമില്ല. ഞാൻ ചെയ്യാം മിസ്സേ. Okay. Happy New Year, first of all. Dear God, thank you for this day and for the opportunity to learn and grow. Bless our teacher, guide our hearts and minds, and help us to listen, understand, and do our best. May this class be filled with peace, joy, and wisdom. Amen. Okay. So നമുക്കറിയാം ഇന്ന് Jan 2 ആയി 2025. ഈവൻ ദോ 2024 കഴിഞ്ഞു എന്നല്ല,
2025 is the continuation of 2024, right? അല്ലെ? അതിന്റെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്, ഒരു ലൈഫ് ജേണി തന്നെയാണ്. 2024 കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ ബാക്കിയായിട്ട് 2025 സ്റ്റാർട്ട് ചെയ്തു. So let it be a fresh year, and let me hope that you can all fulfill your dreams and let your dream comes true. And we have to hope for the best, but always do prepare for the worst also. അത് വന്നാലും നമ്മള് ധൈര്യം ഒക്കെ ചോർന്ന് പോവാതെ അതിനെ ഫേസ് ചെയ്യുക, തരണം ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, സോ നമ്മള് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആയിരുന്നു അല്ലെ? Yes, teacher, sequence of language development. Okay, so we have sequence of language development. ഞാൻ ഷെയർ ചെയ്യാം. We have some points like for this language development. ആരാന്ന് വായിക്കാം? Sequence of language development. Yes, Raikita. There may be individual differences so far as the language development is connected, but the order remains the same for all. The general arrangements of language development is as follows. At birth, language is practically absent. At about 4 weeks, small throat sounds are noticed. The starting point in language development is the child's smile and cooing at the age of 16 weeks. Around 28 weeks, the babbling stage begins. Around 40 weeks, the baby imitates the sound made by adults and takes these sounds into his own system. Now the baby says one word. Around 52 weeks, the baby says 2 or more words. Around 18 months, the baby combines words to form basic sentences pattern. Around 24 months, the baby uses simple phrases and understands simple directions. Around 36 months, the child's vocabulary enormously increases. Now he talks in sentences and answers simple questions. Around 4 years, the child uses conjunctions and understands prepositions. Around 5 years, the child speaks without infantile articulation. So much of the speech pattern that the child learns is the result of substitution of others. In the course of learning, it is possible that certain speech disorders like omissions, stuttering, stammering, etc. may promote. Okay, fine. So we can relate this. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും നമ്മളുടെ കുട്ടികളെ, അല്ലെങ്കിൽ നമ്മൾ അടുത്തിടപഴകിയിട്ടുള്ള മറ്റ് ചെറിയ കുട്ടികളുടെ എല്ലാം നമുക്കിത് മനസ്സിലായിട്ടുണ്ടാകണം അല്ലെ? ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഓരോ വ്യക്തികളും കുട്ടിയാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും എല്ലാവരും യുണീക്കാ. ഒരാൾ സംസാരിക്കുന്ന പോലെ തന്നെ വേറൊരാൾ സംസാരിക്കണം, അല്ലെങ്കിൽ ഒരാളുടെ സ്പീച്ച് പാറ്റേൺ തന്നെ വേറൊരാൾക്ക് കിട്ടണം. ഒരാൾ ഈ ഒരു ഏജിൽ നല്ലപോലെ സംസാരിക്കാൻ തുടങ്ങി, വേർഡ്സ് നല്ലപോലെ പ്രൊനൗൺസ് ചെയ്യാൻ തുടങ്ങി, അതുപോലെ ആവണമെന്നില്ല വേറൊരു കുട്ടി. ആ കുട്ടി ചിലപ്പോൾ കുറച്ചും കൂടെ ടൈം എടുത്തിട്ടായിരിക്കാം കൂടുതൽ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ഓരോ ഇൻഡിവിജ്വലിലും ഡിഫറൻസസ് ഉണ്ടാകും. ബാക്കിയെല്ലാം നോക്കുമ്പോൾ, പാറ്റേൺസ് എല്ലാം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. അറ്റ് ബർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ദർ ഇസ് നോ ലാംഗ്വേജ്. മോസ്റ്റ് ഓഫ് ദ ടൈം കുട്ടി ചിലപ്പോൾ പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുന്നത് കരച്ചിലൂടെ ആയിരിക്കാം അല്ലെ? പിന്നെ കൂടുതൽ ടൈം ഉറങ്ങുന്ന ടൈമാണ്. ഒന്ന് നനയും, യൂറിൻ പാസ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ ഒരു അണീസ്നെസ് വരുമ്പോ അതിന്റെ എക്സ്പ്രഷൻ മേ ബി സംടൈംസ് ഇതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള കരച്ചിലോ അങ്ങനെയൊക്കെ ആയിരിക്കാം. എന്തെങ്കിലും ഒരു ഏക്ക്, അതായത് പെയിൻ, എന്തെങ്കിലും ചെവിക്കോ വയറിനോ ഗ്യാസ് ഇഷ്യൂസ് ഒക്കെ വരുമ്പോ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ ആ ഒരു ക്രൈയിങ് ആയിരിക്കും അല്ലെ?
ആ ഒരു രീതിയിലാണ്. അതൊക്കെ നമുക്ക് അറിയാവുന്നത്. അപ്പൊ അറ്റ് ബർത്ത് എന്ന് പറയുമ്പോൾ ദർ ഇസ് ലാംഗ്വേജ് പ്രാക്ടിക്കലി ആബ്സെന്റ് ആണ്. എന്തൊക്കെയൊക്കെയോ ഒരു ശബ്ദങ്ങൾ വരുന്ന, പിന്നെ കൂടുതലും കരച്ചിലാണ്. അതാണ് പ്രാക്ടിക്കലി എന്ന് പറയുന്നത്. തിയറട്ടിക്കലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയൊക്കെയോ ശബ്ദങ്ങളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഏജ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാന്ന് നോക്കാം. 4 weeks കുട്ടികൾ എങ്ങനെയായിരിക്കും? ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു 4 ആഴ്ച, ദാറ്റ് മീൻസ് 1 month ആവുമ്പോൾ കുട്ടികൾ എങ്ങനെയായിരിക്കും? യെസ്, 4 weeks, 1 month ബേബി എങ്ങനെയായിരിക്കും? അങ്ങനെ ഉണ്ടോ? ആർക്കും ഓർക്കാൻ പറ്റുന്നില്ലേ? മറന്നുപോയോ? ചെറിയ ബേബീസ് ഉള്ളവരൊക്കെ ഉണ്ടോ? അവർക്കൊക്കെ പെട്ടെന്ന് പറയാൻ പറ്റുമല്ലോ. 1 month ആയപ്പം കുഞ്ഞെന്ത് പറഞ്ഞു, ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു അക്ഷരം. കൂടുതലും ഉറക്കായിരിക്കില്ലേ അവര്? രാവിലെയും വൈകിട്ടും രാത്രിയൊക്കെ ഉറക്കായിരിക്കില്ലേ? പിന്നെ ചില ഒരു എന്താ പറയാ, ഗാർഗിൾ ചെയ്യണ പോലെയൊക്കെ അങ്ങനെ ഒരു ശബ്ദമൊക്കെ അവരുടെ ത്രോട്ടിൽ നിന്ന് വരാനായിട്ടൊക്കെ തുടങ്ങും. ഗാർഗിൾ ചെയ്യാന്നല്ല, എന്തോ ഒരു തരം ശബ്ദം അവരുടെ ത്രോട്ടിൽ, അങ്ങനത്തെ സൗണ്ട് ഒക്കെ ചിലപ്പോൾ നമുക്ക് നോട്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ഈ അത് 3 months ഒക്കെ കഴിയുമ്പോഴേ കുറുക്കൊക്കെ കൊടുക്കുമ്പോ, പോറിഡ്ജ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇവരിങ്ങനെ വായിൽ വെച്ച് ഗാർഗിൾ ചെയ്യണ ശബ്ദം ഉണ്ടാക്കും. 3 months ആവുമ്പോഴാണ് ആ ഒരു സമയത്ത്. 1 month പറഞ്ഞ പോലെ കൂടുതൽ സമയം ഉറക്കമായിരിക്കും, ചെറിയ ചെറിയ ശബ്ദങ്ങളെ ഉണ്ടാവുള്ളൂ. തേർഡ് പോയിന്റ് എന്താ പറയുന്നത്? പിന്നെ അവരുടെ എക്സ്പ്രസീവ് വേസ് എന്താ? നമുക്കറിയാം, എന്റെ ദൃഷ്ടി ഉറക്കുകയെന്ന് നമ്മളുടെ പ്രായമായവര് പറയും. അവർ ശരിക്കും അവരുടെ നോട്ടം കറക്റ്റ് ആവുന്നോ ആ സമയമാകുമ്പോ പിന്നെ അവരിൽ വരുന്ന ചേഞ്ചസ് എന്താ? അതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള ചേഞ്ച് എന്താ? സൗണ്ട് ശ്രദ്ധിക്കുന്നത്, സൗണ്ട് വരുന്ന ഭാഗത്തേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ലാംഗ്വേജ് റിലേറ്റഡ്, ലാംഗ്വേജ് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? സ്മൈൽ അല്ലെ? നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിന് മനസ്സിലായിട്ടാവില്ല, പക്ഷെ നമ്മൾ കുറെ കുഞ്ഞിനോട് ഇങ്ങനെ സംസാരിച്ച് ആക്ഷനിലൂടെ ഒക്കെ ഓരോന്ന് പറയുമ്പോൾ ഇവർ ചിരിക്കാൻ തുടങ്ങും അല്ലെ, ഗിഗിൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആ രീതിയിൽ അവരുടെ വയറിലൊക്കെ നമ്മൾ ഇക്ലിയാക്കുമ്പോ അപ്പൊ ഇവർ ആദ്യം തന്നെ ദാറ്റ് ഇസ് ദ എക്സ്പ്രഷൻ ഓഫ് ലാംഗ്വേജ് തന്നെയാണ്, സ്മൈലാണ് ആ സമയത്ത് അല്ലെ. ഒരു 16 weeks ഒക്കെ ആകുമ്പോൾ, 16 weeks എന്ന് പറയുമ്പോൾ എത്ര months ആയി? 4 months അല്ലെ? ഓക്കെ, ആ ഒരു സമയമാകുമ്പോ അവര് നല്ലതുപോലെ നോക്കാൻ തുടങ്ങും, ചിരിക്കാനായിട്ട് തുടങ്ങും, പിന്നെ ഒരു ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ആയി തുടങ്ങും. ഒരു 3-4 months ഒക്കെ ആകുമ്പോഴേക്കും ആ ഒരു ടൈമില് നമ്മൾ എന്തെങ്കിലും അവരോട് പറയുമ്പോ അതിന്റെ റെസ്പോൺസ് ആയിട്ട് ചിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോഴും കരച്ചില് ഉണ്ട്. ഒരു 28 weeks ആവുമ്പോഴേക്കും, 28 weeks എന്ന് പറയുമ്പോൾ 7 months അല്ലെ, ആ സമയത്ത് ബാബ്ലിംഗ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഒരു എന്താ പറയാ, മീനിങ്ലെസ് ആയിട്ടുള്ള വാക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങും. എന്തൊക്കെയോ അപ്പൊ പറയുന്നത് അവരുടെ ഭാഷ, അത് അവരുടെ ഭാഷയിൽ അവരെന്തോ പറയാൻ തുടങ്ങുന്നു. ദാറ്റ് ഇസ് ദ ബാബ്ലിംഗ് സ്റ്റേജ്. 7 months ഒക്കെ ആവുമ്പോൾ. 40 weeks 10 months. ചില കുട്ടികൾ ആ സമയത്ത് അമ്മ എന്നൊക്കെ വിളിച്ചു തുടങ്ങും, ജസ്റ്റ് മാ. ശരിയാ. അവര് കേൾക്കുന്ന ശബ്ദം തന്നെ അവര് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കും അല്ലെ. ഇപ്പൊ പൂച്ച കരയണത് കേൾക്കുമ്പോഴോ എന്തെങ്കിലും കിളിയുടെ ശബ്ദം അങ്ങനെ ഇങ്ങനെ നമ്മൾ ടാറ്റ എന്ന് പറയുമ്പോ അവര് ടാറ്റ എന്ന് പറയാനായിട്ട് അവര് അതിനു മുമ്പൊക്കെ ആക്ഷൻ മാത്രം കാണിക്കുമായിരിക്കും, പിന്നെ അത് ആ വേർഡ് അവര് പറയാനായിട്ട് നോക്കും. അങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ. അപ്പൊ നമ്മൾ ശരിക്കും നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തെവിടെയെങ്കിലും ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകും. ഓക്കെ, അപ്പൊ ഒരു 10 months 40 weeks ഒക്കെ ആകുമ്പോൾ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നു അഡൾട്ട്സിന്റെ ശബ്ദം, പിന്നെ ഓൺ ശബ്ദമൊക്കെ അവർ പറയാനായിട്ട് തുടങ്ങും. പിന്നെ 1 word പറഞ്ഞ അമ്മ, ടാറ്റ, ചിലപ്പോ പപ്പ എന്നൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അങ്ങനെയൊക്കെ പറയാനായിട്ട് നോക്കും. 1 word ഒക്കെ പറയാൻ തുടങ്ങും. ഓക്കെ, ഇനി 52 weeks ആവുമ്പോ, 52 weeks എന്ന് പറയുമ്പം എത്ര മന്താ? 1 വയസ്സ് കഴിഞ്ഞു, 1 വയസ്സ് കഴിഞ്ഞു അല്ലെ. 52 weeks എന്ന് പറയുമ്പോ
ഒരു വയസ്സ് 13 months. That means ഒരു വയസ്സും ഒരു മാസവും ആ ഒരു സമയമാകുമ്പോ 2 or more words അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെന്റൻസ് ആയില്ല, എന്നാലും മീനിങ് ഫുൾ ആയിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള 1 or 2 വേർഡ്സ് ഒക്കെ പറയാനായിട്ടൊക്കെ തുടങ്ങും. 18 months ആകുമ്പോഴേക്കും എന്താ പറ്റുന്നത്, ബേസിക് സെന്റൻസ് പാറ്റേൺ, ഒരു സ്ട്രക്ചറിൽ സെന്റൻസുകളൊക്കെ പറയാനായിട്ട് തുടങ്ങും. നമുക്കും മനസ്സിലാവും ആ ഒരു സമയത്ത്. വേർഡ്സ് എല്ലാം കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ അവരോരോന്നൊക്കെ ആയിട്ട് പറയും. വെള്ളവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചേർത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ പറയും. വെള്ളം വേണമെന്നോ അങ്ങനത്തെ രീതിയിലുള്ള ഒരു സെന്റൻസ് പാറ്റേണിലേക്ക് അവർ വരും. 24 months ആകുമ്പോൾ 2 years അല്ലെ, baby uses simple phrases and understand simple directions. ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ അവർക്ക് അത് മനസ്സിലാവും. അവിടെ ഇരിക്കുക അല്ലെങ്കിൽ അത് എടുത്തുകൊണ്ട് വാ അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും കുട്ടികൾക്ക് അങ്ങനെയുള്ള ചില ഡിറക്ഷൻസ് എല്ലാം മനസ്സിലാകും. പിന്നെ അവര് സിമ്പിൾ ഫ്രേസസ് ഒക്കെ യൂസ് ചെയ്യും. കാക്ക കൊണ്ടുപോയിന്നോ അല്ലെങ്കിൽ എനിക്കത് വേണമെന്നോ ആ രീതിയിലൊക്കെ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അവർ പറയാനായിട്ട് തുടങ്ങും. ഓക്കെ, 2 years ആയി. നെക്സ്റ്റ് 36 months. 36 months എന്ന് പറയുമ്പോൾ 3 വയസ്സ് അല്ലെ. 3 വയസ്സിന് വൊക്കാബുലറി ശരിക്കും ഇംപ്രൂവ് ചെയ്യുവാണ്. 3 വയസ്സെന്ന് പറയുമ്പോഴേക്കും ശരിക്കും അവർ നല്ലതായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു പ്രായം 3 വയസ്സ്. ആ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു കൊഞ്ചൽ അതൊക്കെ അങ്ങ് മാറി അത് ശരിയായി വരുന്ന ഒരു പ്രായമാണ്. ഒരു 3 years ഒക്കെ ആവുമ്പോഴേക്കും നല്ലപോലെ ഇൻക്രീസ് ചെയ്യും. സെന്റൻസുകൾ പറയും. നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോഴേക്കും അതിന് മറുപടി പറയും. എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ അവർക്ക് അത് എന്ത് സാധനമാണെന്ന് അറിയാം. കൊട എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ അവരത് എടുത്തുകൊണ്ട് വരും. അങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം ഇൻസ്ട്രക്ഷൻസ് കൊടുത്താലും അവരത് നല്ലപോലെ അതിനെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. 4 വയസ്സാകുമ്പോഴേക്കും കൺജക്ഷൻ പ്രപ്പോസിഷൻസ് ഒക്കെ യൂസ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങും. അതുവരെ മീനിങ് ഫുൾ സെന്റൻസ് സ്ട്രക്ചറലായിട്ടുണ്ടാവില്ല. ഇത് സ്ട്രക്ചറിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില കുട്ടികൾ സംസാരിക്കുമ്പോൾ അതിനു മുമ്പൊക്കെ സംസാരിക്കുമ്പോഴേക്കും ഇപ്പൊ വന്നു എന്നുള്ളതിന് പകരം ചിലപ്പോൾ പോയി എന്ന് പറയുമായിരിക്കും. പിന്നെ ഈ സെന്റൻസുകൾ ചിലത് യൂസ് ചെയ്യുമ്പോൾ എന്താ ഒരു എക്സാമ്പിൾ പറയാ, എന്റെ മോനൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഓർക്കുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ചിലത്? അതായത് ഒരു ഗ്രാമാറ്റിക്കലി പറയുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും, പക്ഷെ അതിൽ ചില ഗ്രാമർ ഒരു ചെറിയ പ്രശ്നം വരുന്ന ചില സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതായത് വരികയും പോവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവുക ആ രീതിയിലൊക്കെ. ബട്ട് നമുക്ക് സെന്റൻസ് കേൾക്കുമ്പോഴേക്കും മനസ്സിലാവും എന്താ ഉദ്ദേശിച്ചെന്നുള്ള രീതിയിൽ. അപ്പം 4 years ഒക്കെ ആകുമ്പോൾ കറക്റ്റ് ആ കൺജങ്ഷൻസും അതുപോലെ തന്നെ പ്രപ്പോസിഷനൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും. ഞാൻ കട്ടിലിൽ ഇരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യാനായിട്ടും അതിന്റെ അടിയിൽ നിന്ന് എടുത്തു അങ്ങനെയൊക്കെ പറയാനായിട്ട് അങ്ങനെയൊക്കെയുള്ള രീതിയിലെ കൺജങ്ഷൻസും അതുപോലെ പ്രപ്പോസിഷൻസും എല്ലാം നല്ലപോലെ മനസ്സിലായി യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ നെക്സ്റ്റ് എന്താ പറയാ, 5 years ഒക്കെ ആവുമ്പോ ആ ചൈൽഡിഷ്, അതായത് പറഞ്ഞില്ലേ കൊഞ്ചൽ, അതൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി. ഇൻഫാന്റയിൽ നിന്ന് ആ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാത്ത രീതിയിലൊക്കെ ആയിട്ട് വരും. ആ ഒരു ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ്. ഓക്കെ, അപ്പൊ ചൈൽഡിഷ് ആയിട്ടുള്ള ആ കൊഞ്ചലൊക്കെ മാറി 5 years ആകുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് തുടങ്ങും. നമ്മൾ ഓരോ പ്രായത്തിലെ കാര്യം ജനറലി പറഞ്ഞതാണ്. നമ്മളൊരു ഇതുപോലുള്ള ഒരു കുട്ടിയെ ഒബ്സർവ് ചെയ്യുമ്പോഴേക്കും നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാകും. നമുക്ക് ചിലപ്പോൾ ഓർമ്മ കിട്ടുമായിരിക്കും, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, ഒന്ന് ശ്രദ്ധിക്കുക കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ. കാര്യം പറഞ്ഞത് പറയൂ. എന്റെ കുഞ്ഞാവയ്ക്ക് 1 വയസ്സും 2 മാസമായേ, 4 മാസം. അവളാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പത്തേനും അവള് അതുപോലെ തന്നെ പറയാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ സ്റ്റാർ ഒക്കെ മേടിച്ചപ്പോ അതിലെ കളറൊക്കെ പറയുമ്പോ അതുപോലെ. പിന്നെ ഞങ്ങൾ ഇവിടെ നമ്മുടെ വീട്ടിലെ തന്നെ ഓരോ സാധനങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ഇന്നതാന്ന് പറഞ്ഞു കൊടുത്തു കഴിയുമ്പത്തേനും അതുപോലെ തന്നെ പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതെന്നാന്ന് ചോദിച്ചു കഴിയുമ്പോൾ ചൂണ്ടിക്കാട്ടും. പിന്നെ കുളിക്കാനൊക്കെ പോകുമ്പോ തോർത്തെടുത്തിട്ട് വരാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോ അവൾക്ക് എവിടെയാണെന്ന് അറിയാമെങ്കിൽ അവൾ അത് പോയി എടുത്തിട്ട് വരും. അങ്ങനെയൊക്കെ ചെയ്യും. ആണോ?
ഓക്കെ, അതാണ്. അപ്പൊ നമുക്കത് ഒബ്സർവ് ചെയ്ത കുറെ നമുക്ക് മനസ്സിലാകും. ഇവരുടെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിലെ കാര്യങ്ങളും ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഈ എനിക്കറിയാവുന്ന ഒരു ഫാമിലി വൈക്കത്ത് അമ്പലത്തിനടുത്ത് അവരുടെ വീട്, കല്യാണം കഴിച്ച ചേച്ചി പോയത് അങ്ങോട്ടായിരുന്നു. അപ്പൊ ഒരു മോനുണ്ടായി, കുഞ്ഞ് ബേബി ഉണ്ടായി. ഉടനെ എന്തോ അമ്പലത്തിൽ ഉത്സവമോ അങ്ങനെ എന്തോ ആയ സമയത്ത് കുഞ്ഞിങ്ങനെ കിടക്കും, വലിയ റെസ്പോൺസും അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ അമ്പലത്തിൽ വെടിക്കെട്ടുണ്ടായപ്പോ അതപ്പൊ ഒത്തിരി ഉള്ളൂ കേട്ടോ, മാസങ്ങളെ ആയിട്ടുള്ളൂ. കുട്ടിക്ക് യാതൊരു റെസ്പോൺസും ഇല്ല. അങ്ങനെയാണ് അവർ ഡോക്ടറെ കാണിക്കുന്നത്. അവർ എന്തുകൊണ്ട് അത് ഇനീഷ്യലി അതൊക്കെ ഡോക്ടേഴ്സ് ആണല്ലോ, ഇങ്ങനെ ചെവി കണ്ണെല്ലാം ചെക്ക് ചെയ്യില്ലേ. കുട്ടിക്ക് കേൾവിയില്ലായിരുന്നു, ഡെഫായിരുന്നു. അപ്പൊ ആ മോൻ എനിക്ക് തോന്നുന്നു ഒരു 25-26 ആ ഒരു ഏജ് ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു ഇത് വന്നു. അപ്പൊ ഈ കുട്ടികളുടെ റെസ്പോൺസ് നോക്കിയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാകാനായിട്ട് പറ്റും. അവർക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് ഇനീഷ്യലി തന്നെ അത് ട്രീറ്റ് ചെയ്യണം. ഇതേ കുട്ടിക്ക് അങ്ങനെ ഇനീഷ്യലി ഒന്നും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നില്ല. ബട്ട് അവരൊരു ഡിസിഷൻ എടുത്തു. അത് ശരിയാണോ തെറ്റാണോ, ഫോർ ദം ഇറ്റ് ഇസ് റൈറ്റ് എന്നുള്ള രീതിയിലാണ് അവരത് എടുത്തത്. അപ്പൊ ഈ മോൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കാരണം ഇനി ഒരു കുട്ടി വേണ്ട, ഇവനെ നല്ലപോലെ നോക്കാം എന്നുള്ള രീതിയിൽ. ബട്ട് ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവന്റെ കമ്മ്യൂണിക്കേഷൻ, ഈവൻതോ അവൻ ഡെഫ് ആണെങ്കിലും അവന്റെ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ഡെവലപ്പ് ആയേനേന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇതിപ്പോ ഒറ്റയ്ക്ക് അവൻ വളരുവാണ്. നമ്മള് ഹെലൻ കെല്ലറുടെ പറഞ്ഞപ്പോ ഹെലൻ ഒരു കസിൻ ഉണ്ടായിരുന്നു, മാർത്തക്ക് ഈ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഹെലൻ സംസാരിക്കാൻ പറ്റാതെ ഫ്രസ്ട്രേറ്റഡ് ആയ സമയത്ത് പോലും മാർത്തയായിട്ട് ഹെലൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു ആ കുട്ടിയായിട്ട്. ചെറിയ കുഞ്ഞിക്കുട്ടിയായിരുന്നു. ഹെലൻ ആ കുട്ടിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഹെലനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അവനൊരു സിബ്ലിംഗ് ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ വേ ഓഫ് എക്സ്പ്രഷൻ മേ ബി സൈൻ ലാംഗ്വേജ് ഒക്കെ പഠിച്ച് പിന്നെ ആയിട്ടുണ്ടാവാം. പക്ഷെ എന്നാലും അങ്ങനെ ഒരു സിബ്ലിംഗും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ ഇതായേനെ. നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കും അറിയാനായിട്ട് പറ്റും. ഒരു വീട്ടിൽ ഇത്തിരി സ്പെഷ്യൽ കിഡ് ഉണ്ടെങ്കിൽ, അതിപ്പം മെന്റലി ആണെങ്കിലും ഫിസിക്കലി ഡിസേബിൾഡ് ആണെങ്കിലും അവിടെ ഒരു സിബ്ലിംഗ് ഉണ്ടെങ്കിൽ ദേ വിൽ ടേക്ക് കെയർ ഓഫ് ദം. അവർ അതിനെ ടേക്ക് കെയർ ചെയ്യും. ഈ ചെറിയ കൊച്ചാണെങ്കിലും ഇതിന്റെ താഴെയുള്ള ആളാണെങ്കിലും, ഞാൻ അങ്ങനെയാണ് പലരിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ ടേക്ക് കെയർ ചെയ്യണത്. ഒരു മോന്റെ കേസ് ഇതുപോലെ ഞാൻ പറയുന്നത്, അത് ഹോസ്പിറ്റലുകാരുടെ ഒരു ചെറിയ പ്രശ്നം കാരണം ജനിച്ചതേ കുട്ടി ഡിസേബിൾഡ് ആയിട്ടാണ് ജനിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നടക്കാനുള്ള കഴിവില്ല. പിന്നെ ഇത് മെന്റലി റിട്ടാർഡും കൂടിയാണ്. സംസാരിക്കില്ല, കേൾക്കാനൊക്കെ പറ്റും, റെസ്പോണ്ട് ചെയ്യും, ശബ്ദങ്ങളെ പുറപ്പെടുവിക്കുന്നത്. ഇപ്പൊ ഒരു എനിക്ക് തോന്നുന്ന ഒരു 15 years ആയിട്ടുണ്ടാവും. ഇപ്പോഴും വീൽ ചെയറിൽ തന്നെ ആവട്ടെ, വീൽ ചെയറിൽ നിന്ന് ബെൽറ്റ് ഇട്ടിരുത്തണം, ബാക്ക് സപ്പോർട്ട് ഒന്നുമില്ല. അത് അമ്മയ്ക്ക് പ്രഗ്നൻസി ടൈമില് മെഡിസിൻ അവർ മാറിപ്പോയതാ. അതായത് ബോഡി ബിൽഡേഴ്സ് ഒക്കെ മസിൽസ് ഒക്കെ ഇതാവാനായിട്ട് കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് അങ്ങാണ്ട് മാറിപ്പോയി. അങ്ങനെ പറ്റിയതാണ് കുട്ടി ജനിച്ചപ്പോ, അങ്ങനെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് അവർക്ക് രണ്ടാമതൊരു കുട്ടി ഉണ്ടായി. ആ രണ്ടാമതുണ്ടായതും ഒരു മോനാണ്. ആ മോൻ ഈ ചേട്ടനെ എന്ത് നല്ല പോലെ കെയർ ചെയ്യുന്നേ. അവൻ ചെറുതാ, പക്ഷെ ഈ ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും നോക്കും. കുട്ടിയുടെ വായിന്ന് എപ്പോഴും ഇങ്ങനെ സലൈവ ഇങ്ങനെ പുറത്തേക്ക് വന്നോണ്ടേയിരിക്കും കേട്ടോ. മറ്റേ ചെറിയ മോൻ അതെല്ലാം ക്ലീൻ ചെയ്ത് ഇവനെ വീൽ ചെയറിൽ ഇരുത്തി ബെൽറ്റ് ഇടുമ്പോ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഇവനെ പിടിച്ചോണ്ടൊക്കെ ഇരിക്കും. അങ്ങനെ ഞാൻ കണ്ടിരുന്നു ആ വീട്ടിലിങ്ങനെ പോയപ്പോ. അതുകൊണ്ട് ഒരു കുട്ടി ഇങ്ങനെ ആവുമ്പോ ഇനി വേറെ ഇവനെ നല്ലപോലെ നോക്കണം എന്നും പറഞ്ഞിട്ട് വേറൊരു കുഞ്ഞിന് വേണ്ടാന്ന് വിചാരിക്കരുതെന്ന് തോന്നുന്നു. കാരണം ഇവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ, ഇവരുടെ കുറച്ചുകൂടി ഇവര് ഡെവലപ്പ് ആകാനായിട്ടൊക്കെ ഈ ചെറിയ കുട്ടി സഹായിക്കും. ഞാൻ കണ്ടിട്ടുള്ളത് എല്ലായിടത്തും അങ്ങനെയാണ്. ഹെലന്റെ കേസിൽ നമ്മൾ കണ്ടു, മാർത്തയായിട്ട് ഹെലൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. ടീച്ചർ ചിലപ്പോ പിന്നെ അവരെ അത് എന്തെങ്കിലും ജനറ്റിക് പ്രോബ്ലം ആണോ, ഇനി ജനിക്കുന്ന കുട്ടിക്കും ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പേടി കൊണ്ട് ആയിരിക്കാം ചിലപ്പോ. ശരിയായിരിക്കാം കേട്ടോ, അതും ആകാം. പക്ഷെ നമുക്കിപ്പോ ഒത്തിരി ടെക്നോളജി ഇതായിട്ടുണ്ടല്ലേ, അങ്ങനെയൊക്കെ മനസ്സിലാക്കാനും ഒക്കെ പറ്റും തോന്നുന്നു. രണ്ടുപേരുടെ അച്ഛന്റെയും അമ്മയുടെയും ബ്ലഡ് സാമ്പിൾസ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ നോക്കാന്ന് തോന്നുന്നു, അറിയില്ല. മേ ബി അതായിരിക്കാം. അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ശ്രദ്ധ കുറഞ്ഞു പോയാലോ, വേറൊരു കുഞ്ഞുണ്ടാവുമ്പോഴേക്കും അതിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതിനെ കൂടുതൽ ഇതിന് ഫീൽ ചെയ്താലോ, അങ്ങനെയൊക്കെ ഓർത്തിട്ടൊക്കെ ആയിരിക്കാം. ബട്ട് ഞാൻ കണ്ട ഒരു വീട്ടിലെ കാഴ്ച ഇതായിരുന്നു. ചെറിയ അനിയൻ ചേട്ടനെ നല്ലപോലെ നോക്കുന്നു, അങ്ങനെ കണ്ടിരുന്നു.
പിന്നെ ഇപ്പൊ സ്പീച്ച് പാറ്റേൺ മിക്ക കുട്ടികളിലും ഏതാണ്ട് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇനി നമുക്കിങ്ങനെ ചില കുട്ടികൾ അങ്ങനെ പറയില്ലേ, സംസാരിക്കുന്നില്ല, ഡോക്ടറെ കാണിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയായിരുന്നു. വീട്ടില് മോള് പെട്ടെന്ന് തന്നെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെ കണ്ടിന്യൂസ് സംസാരിക്കുന്ന ഒരു ടൈപ്പായിരുന്നു ഇപ്പോഴും. പിന്നെ മോനാണെങ്കിൽ അധികം സംസാരിക്കില്ലായിരുന്നു. പക്ഷെ അവൻ ആളുകളെ കാണുമ്പോൾ അധികം സംസാരിക്കില്ല. ഞാനുമായിട്ട് നല്ലപോലെ സംസാരിക്കും. ഞാൻ ഇവനെ 2.5 വയസ്സായപ്പോ അംഗൻവാടിയിൽ കൊണ്ടാക്കുമായിരുന്നു. ഏതാണ്ട് ഒരു 10 മിനിറ്റ്സിനടുത്ത് ഈ അംഗൻവാടിയിലേക്ക് നടക്കണം. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൈയും പിടിച്ച് ഇങ്ങനെ റോഡിലൂടെ നടക്കുമ്പോ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ എത്തുന്നവരെ ഇവൻ ഇങ്ങനെ വാതോരാതെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിട്ടില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അംഗൻവാടിയിലെ ടീച്ചർ എന്നോട് പറഞ്ഞു, അതേ പ്രണത്തിന് എന്തോ കുഴപ്പമുണ്ട്, നിങ്ങൾ ഡോക്ടറെ കാണിക്കണം, പ്രണത്ത് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ വളരെ ക്ലിയർ ആണ്. എല്ലാ കാര്യങ്ങളും പറയും. മീനിങ് ആയിട്ടുള്ള സെന്റൻസുകൾ തന്നെയാണ് പറയുന്നത്. കുറേ വർത്തമാനങ്ങൾ പറയും. അംഗൻവാടിയിലെ വിശേഷങ്ങളും ഒക്കെ തിരിച്ചു വരുന്ന വഴി മുഴുവനും അവിടുത്തെ വിശേഷങ്ങളാണ് പറയുന്നത്. അന്ന് കഴിച്ച ഭക്ഷണം, അങ്ങനത്തെ കാര്യങ്ങളും. ഒരു കുട്ടി വന്നില്ലെങ്കിൽ ആ കുട്ടി വന്നില്ല, അല്ലെങ്കിൽ ഒരു കുട്ടി എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അത് പറയും. ടീച്ചർ ഇത് പറഞ്ഞു, ടീച്ചർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യിച്ചു, ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അവരോട് പറയാനോ പ്രൂഫോ നമ്മള് അങ്ങനെ ഇങ്ങനെ പറയുമ്പോഴേക്കും ടീച്ചർ അവർക്ക് വിശ്വസിക്കുന്നില്ല. കാരണം ഇവൻ ക്ലാസ്സിൽ മിണ്ടില്ല. അതേസമയം ക്ലാസ്സിന് പുറത്തിറങ്ങുമ്പോൾ ഫുൾ വിശേഷങ്ങളും പറയും. അങ്ങനെ ഓൾമോസ്റ്റ് ഇപ്പൊ 8ാം ക്ലാസ്സിലായെങ്കിലും ചെറിയ വ്യത്യാസങ്ങളെ വന്നിട്ടുള്ളൂ. അവന്റെ ഫ്രണ്ട്സുമായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കും, എല്ലാ കാര്യങ്ങളും പറയും. ടീച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ സംസാരിക്കും ഒക്കെ ചെയ്യും. ഒരു ചെറിയ ക്ലാസ് വരെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ തന്നെ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ആരെങ്കിലും ആയിരിക്കും പേര് പറയുന്നത്. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. പേര് പറയും, ഏത് സ്കൂളിലാന്ന് പറയും, എത്ര ക്ലാസ്സിലാണെന്ന് പറയും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും. എനിക്ക് ഇത് അങ്ങനെ നമ്മുടെ നൈബറും പറഞ്ഞു, ഇവനെ ഡോക്ടറെ കാണിക്കണം, ഇവൻ സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നൈബറും പറയുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇറ്റ് ഹാപ്പൻസ് അല്ലെ. പക്ഷെ ചില കുട്ടികൾ നല്ലതുപോലെ സംസാരിക്കും. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓരോ വർഷം ചെല്ലുമ്പോ ടീച്ചർ പറയും കേട്ടോ, പ്രണത്തിന് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, ഇപ്പൊ എല്ലാ കാര്യങ്ങളും പറയും. അപ്പം LKG ആയിരുന്നപ്പോഴേക്കും ഒരു സിസ്റ്റർ ആയിരുന്നു. സിസ്റ്ററോട് എല്ലാം സംസാരിക്കുമായിരുന്നു. വേറൊരു ടീച്ചർ വന്നാൽ അവരോട് മിണ്ടില്ല. സിസ്റ്റർ ഓരോന്നിങ്ങനെ ആ ഒരു രീതിയിൽ ചോദിക്കുന്നോണ്ടാണോ എന്നൊന്നും അറിയില്ല. അപ്പൊ സിസ്റ്റർ എന്നോട് പറഞ്ഞു, വീട്ടിലെ കാര്യം പറയുള്ളൂ, അമ്മയായിട്ട് ഭയങ്കര അടുപ്പാന്ന് തോന്നുന്നു എന്നിങ്ങനെ അങ്ങനെയൊക്കെ സിസ്റ്റർ പറയും. അങ്ങനെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം ആ സിസ്റ്ററോട് പറയായിരുന്നു. വേറൊരു ടീച്ചറോടും അത്ര ഓപ്പൺ അപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല. മേ ബി കുട്ടി അത്ര കംഫർട്ടബിൾ ആകുന്ന ആ ഒരു ഇതായിരിക്കാം കേട്ടോ, അതുകൊണ്ടായിരിക്കാം. പക്ഷെ എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കില്ല എന്നുള്ളത്. ബട്ട് ആള് സംസാരിക്കുന്ന വളരെ ക്ലാരിറ്റി ഉള്ള വേർഡ്സും സെന്റൻസും ആണ്. അത് വളരെ കുറവാണെന്നേ ഉള്ളൂ. ഇപ്പൊ മാറിയിട്ടുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ലൈക്ക് ഈ സൂപ്പർ ഹീറോസിനെ കുറിച്ച്, പുതിയ മൂവീസ്, മാർവലിന്റെ മൂവീസ് ഒക്കെ ഇറങ്ങുമ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ എന്നോട് വന്ന് പറയും. അത് കാണാൻ പോകണമെന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ചേച്ചി അനിയനുമായിട്ട് നല്ലൊരു റാപ്പുമാണ്. ബട്ട് പുറത്തിറങ്ങുമ്പോ പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോ കാര്യമായി സംസാരിക്കില്ല. ചോദിച്ചാൽ പേര് പറയും, ക്ലാസ് എവിടെ പഠിക്കണേ, ക്ലാസ് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. അതിൽ കൂടുതലുള്ള സംസാരമൊന്നും ആൾക്കില്ല. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമുക്ക് പല കുട്ടികളും പല രീതിയിൽ വരാം. പിന്നെ സ്പീച്ച് ഡിസോർഡേഴ്സ് വരാം. അതായത് ചില വാക്കുകൾ വിഴുങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. പിന്നെ സ്റ്റാമർ ചെയ്യുക, വിക്ക് പോലെ വരാം. അത് മേ ബി എപ്പോഴും ഉണ്ടാവണമെന്നില്ല ഈ സ്റ്റാമറിങ്. ചില സിറ്റുവേഷനിലായിരിക്കും ആ ഒരു സ്റ്റാമറിങ് വരുന്നത്. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇവരിൽ വരാം. ചില കേസസ് ഒക്കെ അവര് കുറച്ചൊന്ന് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴേക്കും മാറും. ചിലരെ നമുക്ക് ചിലപ്പോൾ സ്പീച്ച് തെറാപ്പിക്കൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള രീതിയിലൊക്കെ വരും. ഈ നാക്കും ഒരു ഭാഗത്തൊരു ചെറിയൊരു ഇതുണ്ടല്ലോ, നമ്മളുടെ ഈ വോയിസ് ക്ലാരിറ്റി, ചിലർക്ക് അവിടെ ചെറിയൊരു പ്രൊസീജിയർ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്യിക്കാറുണ്ടല്ലോ. അതിങ്ങനെ ആ ഒരു എന്തായാലും പറയുന്നേ, കുറുനാക്കെന്നാണോ പറയാ? നാക്കും ഈ ഒരു നമ്മുടെ താഴത്തെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ചെറിയൊരു ഹെയർ ലൈൻ പോലത്തെ ഒരു ഭാഗമുണ്ടല്ലോ, കുറുനാക്കെന്നാണോ പറയാ? യെസ്, ടങ് ടൈ. യെസ്, അങ്ങനെയാണോ? അതിന്റെ മലയാളം അതാണോ? അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കുട്ടികൾ സംസാരിക്കുമ്പോൾ ഒരു കൊഞ്ചി സംസാരിക്കുന്ന പോലെ വരില്ലേ? ചിലർക്ക് ചില സമയത്ത് അവിടെ ഒരു പ്രൊസീജിയർ ഒക്കെ ചെയ്ത് അത് ശരിയാക്കാറുണ്ട്. ചില കുട്ടികൾ സംസാരിക്കുമ്പോൾ കൂടുതലും ഇങ്ങനെ പുറത്തേക്ക് വരും. ചില വാക്കുകൾ പറയുമ്പോൾ, ഞാ പറയുമ്പോ, താ പറയുമ്പോ അതൊന്നും അവരുടെ ക്ലിയർ ആവില്ല.
ഈ വലിയ ഏജിലായാലും ഞാൻ 9th സ്റ്റാൻഡേർഡിൽ ഒരു കുട്ടീനെ അത് കണ്ടിട്ടുണ്ട്. വെക്കേഷൻ സമയത്ത് അതിന്റെ അമ്മ അതിനെ പറവൂര് കൊണ്ടുവന്ന് സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുവരാറുണ്ട്. കാരണം അത് സംസാരിക്കുമ്പം കൂടുതലും ഈ താ ചേർന്നായിരിക്കും പല അക്ഷരങ്ങളും പുറത്തേക്ക് വരുന്നത്. അങ്ങനെ കുട്ടികളിൽ കാണാറുണ്ട്. ഓക്കെ, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് പല ഫാക്ടേഴ്സും ഉണ്ട്. നമുക്ക് ഈ പറയുന്ന ഇതിന് നമ്മുടെ PDF-ലുള്ളതെല്ലാം നമുക്കറിയാം. കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ റോൾ എന്താണെന്നും, അവർ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സിന്റെ റോൾ എന്താണെന്നും, അവരുടെ പിയർ ഗ്രൂപ്പിന്റെ റോൾ എന്താണെന്നും നമുക്കറിയാം. അവരുടെ ലാംഗ്വേജ് ഫോം ചെയ്തത് ഈ മോള് LKG ചെല്ലുമ്പോൾ അവളുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ക്ലാസ് ടീച്ചർ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്ററുടെ വേ ഓഫ് ടോക്കിംഗ് അവളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. സിസ്റ്റർക്ക് എന്തോ ഒരു പ്രോബ്ലം കൊണ്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഓടി പോവുമായിരുന്നു സംസാരിക്കുമ്പോഴേ. പക്ഷെ കുട്ടി എന്താ നോക്കുമ്പോ സിസ്റ്റർ അങ്ങനെയാ സംസാരിക്കുന്നത്. അപ്പൊ അവളും അതുപോലെ സംസാരിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെയായപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അല്ലാതെ ഇങ്ങനെ വായിപ്പിക്കാനായിട്ട് തുടങ്ങി. വായിപ്പിച്ച് വീട്ടിലെത്തി കുറെ അങ്ങ് വായിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആള് ആ ഒരു എക്സ്പ്രഷൻ കാണിക്കുന്നത് അങ്ങ് പതുക്കെ മാറി വന്നു. അവർ ഇമിറ്റേറ്റ് ചെയ്യുവാണ്. അഡൽട്സിനെ ഇമിറ്റേറ്റ് ചെയ്യും പലപ്പോഴും അവർ സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ. അങ്ങനെയുണ്ട്. ക്ലാസ് ടീച്ചർ പറഞ്ഞാണല്ലോ ആ പകല് മുഴുവൻ കാണുന്നത്. അപ്പൊ അവര് സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കാനായിട്ട് നോക്കും. ഓക്കെ, അപ്പൊ ശരിക്കും നമ്മൾക്കും ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. പാരന്റ്സ്, നമ്മൾ ടീച്ചർ ആവുമ്പോൾ നമ്മൾക്കും ആ ഒരു ടീച്ചറുടെ റോളും ശരിക്കും ഉണ്ട് കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റില്. അവരുടെ ആ ഒരു 3 years വരെ അവരിൽ ഉണ്ടാകുന്ന ലാംഗ്വേജിലെ ഡീഫോർമേഷൻ മുഴുവനും ആസ് എ ടീച്ചർ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. പിന്നെ ആസ് എ പാരന്റ് ഈ ചെറിയ ബേബീസ് ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഫാക്ടേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഫ്ലുവൻസിങ് ചൈൽഡ് ഡെവലപ്മെന്റ്. അത് ഓരോന്നായിട്ട് പറയുന്നുണ്ടേ. ഓക്കെ, ആരാ റീഡ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണേ? Okay, എനർജി ഡൗൺ ആണോ? I'll read. The important factors that influence language development are the child's maturity pattern, child's maturity level, or more particularly his physical and motor development influence his grammatical behavior at different ages. Around 6 months, her parents heard her producing sounds like ba, ba, mama, papa. The development of such letter similar sounds is called bubbling. Anu's mother is very happy when Anu articulates her first meaningful word, ma, around the age of 9 months. She had articulated this word on seeing her mother. When a child utters the word milk, it carries a whole sentence in it. Depending on the context, it may mean that the child wants milk or that she is full and doesn't want anymore. Also, one word may be used to name several objects. For example, all 4-legged animals may be called by the one word dog. It is gradually she learns the difference and learns to use specific names like cow, goat, and horse. At about 18 months, Anu had a vocabulary of about 50 words. As her second year birthday solicited, Anu could link 2 words and make a sentence like my doll, papa pen, mama office, papa office, etc. By the second birthday, a child can create about 100 words. Okay. ശരി, ഇതൊന്നുമല്ല നമുക്ക് ഫാക്ടേഴ്സ് വരുന്നത്. ഇതൊരു സിറ്റുവേഷൻ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുവാണ്. ഒരു കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് സ്റ്റേജസ്
മേ ബി പ്രാക്ടിക്കലി നോക്കുവാണെങ്കിൽ ഓൾ ദ കിഡ്സ് വിൽ ഗോ ത്രൂ ദീസ് സ്റ്റേജസ്. ലൈക്ക് ഇപ്പൊ പാലെന്ന് പറയുവാണെങ്കിൽ ഷീ നീഡ്സ് മിൽക്ക്, അല്ലെങ്കിൽ ചില ഇപ്പൊ നമ്മള് പൊതുവെ മലയാളി കുട്ടികൾ പാപ്പം ആ ഒരു രീതിയിലാണ് പറയാറ് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ വെള്ളത്തിനൊക്കെ ചിലപ്പോൾ വേറെ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെ ഓരോന്നിനും ഓരോന്നും അവരുടെ ഡിമാൻഡ്സ് ഒക്കെ ഓരോ രീതിയിൽ അവർ എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണും. അപ്പൊ അത് ഓരോ വയസ്സ് ചെല്ലുമ്പോൾ ഈ അനു എന്ന് പറഞ്ഞ ബേബിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. സോ മെച്യൂരിറ്റി ലെവൽ, ഈവൻ ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ് വരെയും ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മെന്റൽ ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ എല്ലാം ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ലാംഗ്വേജ് സച്ച് ഒറ്റയ്ക്ക് ഫോം ചെയ്യുവല്ല, ഫിസിക്കൽ ഡെവലപ്മെന്റും ഇതിനെ ഒരു ഫാക്ടർ തന്നെയാണ്. അതുപോലെ തന്നെ മോട്ടോർ ഡെവലപ്മെന്റും ഒരു ഫാക്ടർ തന്നെയാണ്. പിന്നെ അതുപോലെ ഇന്റലക്ച്വൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും ഇതിന്റെ ഒരു ഫാക്ടർ തന്നെയാണ്. കുട്ടി വളരുന്നതിനനുസരിച്ച്, ഈ ശരീരം വളരുന്നതിനൊപ്പം മനസ്സ് വളരുന്നതും കുട്ടിയുടെ ആക്ടിവിറ്റീസ് കൂടുന്നതിനനുസരിച്ച് കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നു. അതെല്ലാം കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഒരു സാധനം കാണുമ്പോൾ അതിന് ചിലപ്പോൾ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിട്ട് ചിലപ്പോൾ അതിന് ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ കുഞ്ഞ് തന്നെ അതിനൊരു വാക്കൊക്കെ കണ്ടുപിടിച്ച് പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാം. സോ ദാറ്റ് ഇസ് കണക്റ്റഡ് വിത്ത് ബ്രെയിൻ. ലാംഗ്വേജ് ഓൾസോ ഡെവലപ്പിംഗ് ത്രൂ ദിസ് മെന്റൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അവരുടെ ബുദ്ധിയുടെ ഡെവലപ്മെന്റ് അനുസരിച്ച് തന്നെ അതും കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ലാംഗ്വേജും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ഏജില് ഈ ഒരു കുട്ടിക്ക് വന്ന മാറ്റങ്ങൾ പറയുന്നതാണ്. അപ്പൊ അമ്മ എവിടെയും ചോദിക്കുമ്പോ അമ്മ ഓഫീസ്, ആ ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള സെന്റൻസ് അല്ലെങ്കിൽ പോലും മീനിങ് ഫുൾ ആയിട്ട് കാര്യം കൺവേ ചെയ്യുന്ന രീതിയിൽ തന്നെ പറയും. മൈ ഡോൾ, എന്റെ പാവയാണ്, അല്ലെങ്കിൽ അങ്ങനെ രീതിയിലും ഓരോന്നൊക്കെ പറയാനായിട്ട് തുടങ്ങും. ഓക്കെ, ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ ആസ് എ പാരന്റ് നിങ്ങൾ എന്തൊക്കെയാ ശ്രദ്ധിക്കാറ്? നമുക്ക് ഇതുപോലെ ചെറിയൊരു ബേബി ഉണ്ട്. വാട്ട് വി വുഡ് ഡു? നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഓരോ പ്രായത്തില്? ചെറിയതായിരിക്കുമ്പോൾ നമ്മൾ ഓരോ സാധനം കാണിച്ചിട്ട് ഇത് ഇന്ന സാധനമാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു കൊടുക്കും. പിന്നെ അതിന്റെ കളറും. കുഞ്ഞുങ്ങളുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഏത് സമയവും ഇപ്പം വീട്ടിൽ പാരന്റ് ഉണ്ടെങ്കിൽ എപ്പോഴും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. അപ്പൊ അങ്ങനെ നമ്മൾ കൂടുതൽ ഇപ്പൊ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ തന്നെ പാരന്റ്സ് അല്ലാതെ വീട്ടിലെ ചില മെമ്പേഴ്സ് അല്ലെങ്കിൽ വീട്ടിൽ സ്ഥിരം വരുന്നവര് കുട്ടിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരെ കാണുമ്പോ കുട്ടിക്ക് എപ്പോഴും ഇങ്ങനെ വരും അല്ലെ, എന്തെങ്കിലും അവരോട് സംസാരിക്കാനുള്ള രീതിയിൽ അവരിങ്ങനെ ഭയങ്കര ആയിട്ട് ഇങ്ങനെ ഇതായിട്ട് വരും. ആദ്യമായിട്ട് കാണുന്ന ആളോട് എന്നുള്ളത് പോലെയല്ല, അല്ലാതെ ചില കുട്ടികളുടെ സ്ഥിരം ഇപ്പൊ വീട്ടിൽ കുട്ടിയെ കളിപ്പിക്കാനായിട്ട് നമ്മുടെ റിലേറ്റീവ് ആരെങ്കിലും സ്ഥിരം വരുന്നു, കുട്ടിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു. അവരെ കാണുമ്പോൾ ഇവർക്കൊരു ഭയങ്കര ഒരു എങ്ങനെ എന്തൊക്കെയൊക്കെയോ അവരോട് പറയാനുള്ള രീതിയിൽ എന്തൊക്കെയൊക്കെയോ സംസാരിക്കാൻ വരുന്ന പോലെയൊക്കെ ചില കുട്ടികൾ ആക്ഷൻ കാണിക്കുന്ന കാണാം അല്ലെ. ഓക്കെ ദെൻ ആഫ്റ്റർ 3 years ഇവര് സ്കൂളിലേക്ക് വരിക. സോ വി ആർ ദ ഫെസിലിറ്റേറ്റർ, നമ്മൾ അവിടുത്തെ ടീച്ചറാണ് അവരുടെ. സോ വാട്ട് വി വിൽ ഡു? റൂൾസ് പലയിടങ്ങളിലും പലതാ. സോ വാട്ട് വി വിൽ ഡു? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ എന്ന് പറഞ്ഞ ഒരു കുട്ടിയല്ല അല്ലെ. ആസ് എ പാരന്റ് നമുക്ക് 1, 2, 3 പേരുണ്ട് വിചാരിക്കാം. നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോഴേക്കും നമ്മുടെ മുന്നിൽ 10, 15, 20, 30 വരെ ആകാം. സോ വാട്ട് വി വിൽ ഡു? കുട്ടി ലാംഗ്വേജ് അവിടെ ലേൺ ചെയ്യുവാണ്. വീടാണെങ്കിലും ലേൺ ചെയ്യുവാണ്, സ്കൂളാണെങ്കിലും ലേൺ ചെയ്യുവാണ് അല്ലെ. സിമ്പിൾ സെന്റൻസസ് യൂസ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഈ ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഒന്ന് ആ ആളുടെ കുട്ടിയുടെ ഏജ് ഒരു ഫാക്ടറാണ് അല്ലെ. ഓരോ ഏജിനനുസരിച്ചേ നമുക്ക് അവർക്ക് പലതും പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റൂ. റീഡിങ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും ലാംഗ്വേജിന്റെ രണ്ട് ഒരു ഫേസസ് ആണ് റീഡിങ്ങും റൈറ്റിങ്ങും. ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഈ രണ്ട് കാര്യങ്ങൾ അതിന്റെ ഒരു ചെറുതാണെന്ന് തന്നെ പറയാം ലാംഗ്വേജിന്റെ. ഓക്കെ, അപ്പൊ അതിന് ഏജ് ഒരു ഫാക്ടർ തന്നെയാണ്.
ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മുടെ ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പറയുവാണ് ഏജ് ഒരു ഫാക്ടർ തന്നെയാണ് അല്ലെ. എൻവിയോൺമെന്റ്, വീടാണെങ്കിൽ വീട്, സ്കൂൾ ആണെങ്കിൽ സ്കൂള്, അല്ലാത്ത മൂന്നാമത്തെ ഇടാണ് അത് ചെല്ലുന്ന സൊസൈറ്റി തന്നെ പറയാം. പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മറ്റു കുട്ടികൾ പലരുടെയും ആക്സെന്റ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ എന്റെ വേറെയാണ്, നിങ്ങളുടെ വേറെയാണ് അല്ലെ. പിന്നെ നമ്മളൊരു കാഷ്വലി സംസാരിക്കുമ്പോഴുള്ള ആക്സെന്റ് ആയിരിക്കില്ല നമ്മളൊരു പ്രൊഫഷണലി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു വേദിയിൽ നമ്മൾ ആളുകളെ അഡ്രസ് ചെയ്യുവാണ്. സോ ആ സമയത്ത് നമ്മുടെ ലാംഗ്വേജിന്റെ സ്റ്റൈല് അത് നമുക്കറിയാം. വി ഹാവ് ദാറ്റ് സെൻസ് ഹൗ ടു ടോക്ക് ഇൻ ഡിഫറെന്റ് സിറ്റുവേഷൻസ് അല്ലെ. വോയിസ് മോഡുലേഷൻ, വി നോ ദാറ്റ് വോയിസ് മോഡുലേഷൻ. ഡബിങ് ആർട്ടിസ്റ്റ് ആണെന്ന് വിചാരിക്കുക, ദേ നോ വെരി വെൽ ഹൗ ടു മോഡുലേറ്റ് ദ വോയിസ്. സന്തോഷം വരുമ്പോ എങ്ങനെ ഇമോഷൻസും കൂടെ ലാംഗ്വേജിലൂടെ എക്സ്പ്രസ് ചെയ്യും അവര്. നമുക്കും അത് വരും, നമുക്ക് നാച്ചുറൽ ആയിട്ട് വരുന്നു. നമ്മളോട് അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു കഴിവുണ്ടെങ്കിൽ നമ്മളും അത് കാണിക്കും. സന്തോഷം വരുമ്പോഴുള്ള വോയിസ് മോഡുലേഷൻ വേറെയാണ്, സങ്കടം വരുമ്പോഴുള്ള വോയിസ് മോഡുലേഷൻ വേറെയാണ്. നമ്മൾക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആവുമ്പോഴുള്ള അത് വേറെ ടോൺ വരും അല്ലെ. സോ അത് പല പല ഫാക്ടേഴ്സ് നമ്മുടെ ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ കുട്ടികളുടെ കാര്യം എടുക്കുമ്പോൾ ദെയർ ഏജ്, ദാറ്റ് ഇസ് എ ഫാക്ടർ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏജ് ഒരു ഫാക്ടർ തന്നെയാണ്. ഓരോ ഏജിനനുസരിച്ചായിരിക്കും നമ്മൾ കാര്യങ്ങൾ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എൻവിയോൺമെന്റ് അതൊരു ഫാക്ടറാണ്. സ്കൂള് ഒരു എൻവിയോൺമെന്റ് ആണ് ലാംഗ്വേജ് ഡെവലപ്മെന്റിന്. വീടും ലാംഗ്വേജ് ഡെവലപ്മെന്റിന് വരുന്ന ഒരു എൻവിയോൺമെന്റ് ആണ്. പിന്നെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വി ഷുഡ് ഗീവ് ദ മോട്ടിവേഷൻ. ആ ഒരു കാര്യങ്ങൾ പറയുമ്പോ നമ്മള് അയ്യേ എന്ന് പറഞ്ഞവരെ കളിയാക്കല്ല വേണ്ടേ. വി ഷുഡ് നമ്മൾ അവരെ കറക്റ്റ് ചെയ്യുന്ന രീതി നമുക്കറിയാം. ആസ് എ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ നമ്മളെ കറക്റ്റ് ചെയ്യാൻ തന്നെ നീ ചെയ്തത് തെറ്റാണ്, നീ പറയുന്ന ശരിയല്ല, നീ പറയുന്ന തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. വി ഹാവ് ടു ഷോ ദം ഹൗ ടു. അതിന്റെ ശരിയായ രീതി നമ്മൾ അവരെ കാണിക്കുകയാണ്. ഓക്കെ, അപ്പൊ അവർക്ക് മനസ്സിലാവും ആ ഇങ്ങനെ പറയണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ലൈക്ക് ഇത് ഗ്രാമാറ്റിക്കൽ ഇത് വരുമ്പോ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ ദേ വിൽ ഫീൽ ലൈക്ക് ഇൻഫീരിയർ, ദേ വിൽ ഫീൽ ലൈക്ക് ഗിൽറ്റി. ഞാൻ എന്തോ തെറ്റ് ചെയ്തു. സോ ദേ വിൽ ബി അഫ്രൈഡ് ഓഫ് റിപ്പീറ്റിംഗ് ദ സെയിംസ്. ദേ വിൽ ബി അഫ്രൈഡ് ഓഫ് ഡൂയിങ് ഇറ്റ് ഫർദർ അല്ലെ. വീണ്ടും സംസാരിക്കാൻ വാതിർക്കാൻ അവർക്ക് ഒരു വിഷമായിരിക്കും. ബട്ട് നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യാണ്, മോട്ടിവേറ്റ് ചെയ്യുവാണ്. എന്നാൽ തെറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്നല്ല, ബട്ട് സംഹൗ സം വേ നമ്മൾ അവര് സംസാരിച്ചപ്പോ ഉണ്ടായ ചെറിയൊരു പ്രശ്നം നമ്മൾ വേറൊരു രീതിയിൽ അവരെ മനസ്സിലാക്കി കൊടുക്കണം. അതാണ് നമ്മളുടെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു മോട്ടിവേഷൻ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഏറ്റവും നല്ലതാണ്. സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇത് പറയാം. ഞങ്ങളുടെ വീട്ടിൽ എന്റെ ചേച്ചിയുടെ മോളായിരുന്നു ആ ഒരു ജനറേഷനിൽ ഫസ്റ്റ് വൺ. അവള് ഞാനുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവളിങ്ങനെ 1, 2, 3 എന്ന കൗണ്ടിങ് പഠിക്കാൻ തുടങ്ങിയപ്പോ ഒരു പാലക്കാട് ഞാൻ ഫോൺ ചെയ്തിട്ട് അവളോട് കൗണ്ട് ചെയ്യാനായിട്ട് പറയും. അപ്പൊ അങ്ങനെ പറയുമ്പോ അവള് ഭയങ്കര ഇൻട്രസ്റ്റിൽ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും, നമ്പർ കൗണ്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇങ്ങനെ ഇത് മൂക്ക്, കണ്ണ് അതൊക്കെ നമ്മളിങ്ങനെ കുട്ടികളെ കൊണ്ട് തൊടിച്ചു കാണിക്കില്ലേ, അപ്പൊ അതൊക്കെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ അതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യിക്കും. സോ ഈ മോട്ടിവേഷൻ കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഏജ്, ദെൻ എൻവയോൺമെന്റ്, ദെൻ മോട്ടിവേഷൻ. അപ്പൊ കുഞ്ഞിലെ തന്നെ ഇവരുടെ ആ ചെറിയ ഏജ് ആയിരിക്കുമ്പോ തന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ ഫാസ്റ്റർ ആയിട്ട് അവരത് ക്യാച്ച് ചെയ്യും. പെട്ടെന്ന് തന്നെ അവർക്കത് മനസ്സിലാകും. ഓക്കെ, ദെൻ സോഷ്യൽ ഇന്ററാക്ഷൻ അത് ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഒരു ഫാക്ടർ തന്നെയാണ്. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. മറ്റുള്ളവരുമായിട്ട് കൂടുതൽ സോഷ്യലൈസ് ചെയ്യുക, സംസാരിക്കുമ്പോൾ സോഷ്യൽ എൻഗേജ്മെന്റ്, ദാറ്റ്സ് എൻഗേജ്മെന്റ് വിത്ത് അതേഴ്സ്, അത് വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. പിന്നെ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണോ? ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂട്രിയൻസ് നല്ലതുപോലെ ചെല്ലേണ്ട ഒരു പ്രായമാണ് അല്ലെ അവരുടെ. ഒരു ചെടി വളരണമെങ്കിൽ നമ്മളതിന് വെള്ളവും വളവും എല്ലാം ഇട്ട് കൊടുക്കില്ലേ, സൺലൈറ്റിൽ എടുത്ത് കൊണ്ടുവയ്ക്കും. കറക്റ്റ് എൻവയോൺമെന്റ് നമ്മൾ ആ ചെടിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്കും നമ്മൾ ആ ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം.
ന്യൂട്രിയൻസ്, ശരിയായ രീതിയിലുള്ള ഫുഡ് ഹാബിറ്റ്സ്, അവർക്ക് ശരിയായ രീതിയിൽ റെസ്റ്റ് ചെയ്യാൻ പറ്റണം, റിക്രിയേഷൻ, അവരുടെ എന്റർടൈൻമെന്റ് എല്ലാം ശരിക്കും നടക്കണം. സോ ഹെൽത്ത്, അതുപോലെ തന്നെ അവരുടെ ഡെവലപ്മെന്റ്, ബോത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. വളരെ വീക്കായിട്ടുള്ള ഒരു കുട്ടി സംസാരിക്കാൻ പോലും അതിന് ചിലപ്പോൾ ശേഷി ഉണ്ടാവില്ല, അത് സംസാരിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു മെയിൻ ഫാക്ടേഴ്സ് ആണ് കേട്ടോ പറഞ്ഞത്. കുറേ ഫാക്ടേഴ്സ് എന്നാൽ അതിന്റെ മെയിൻ ഫാക്ടേഴ്സ് ആണ് ഏജ്. ചെറിയ കുട്ടികളെ നമ്മൾ ആ ചെറുപ്പത്തിൽ തന്നെ നല്ല രീതിയിൽ അവരെ പ്രാക്ടീസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ ലാംഗ്വേജ് പഠിക്കും. പിന്നെ എൻവിയോൺമെന്റ്, വീടും സ്കൂളും ഒക്കെ. സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളും. മോട്ടിവേഷൻ, അവരെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവർ കൂടുതൽ പഠിക്കാനായിട്ട് അത് കാണിക്കും. പിന്നെ സോഷ്യലൈസ് ചെയ്യുന്നത് ഹെൽത്ത്, ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ്, ഇതെല്ലാം ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. നമ്മൾ ഈ ലേണിംഗ് എൻവിയോൺമെന്റ് പറഞ്ഞല്ലോ, അതായത് സ്കൂളാകാം, വീടാകാം. ഇവിടുന്ന് തന്നെ ബാഡ് വേർഡ്സും ഇവർ പഠിക്കാറുണ്ട്. ഈ രണ്ട് എൻവിയോൺമെന്റിൽ നിന്നും ബാഡ് വേർഡ്സും ഇവർ പഠിക്കും. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടിയെ തല്ലിയിട്ട് കാര്യമുണ്ടോ? പാരന്റ്സ് എൽഡേഴ്സ് ശ്രദ്ധിക്കണം. പഠിക്കുന്നത് അവര് നമ്മൾ കൺട്രോൾ ചെയ്യാന്നുള്ളതേ പറ്റത്തുള്ളൂ. അതെ, പാരന്റ്സ് തന്നെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. കാരണം സ്കൂളിലുള്ള അതോറിറ്റീസ് എന്തായാലും ബാഡ് വേർഡ്സ് പറയില്ല. സ്കൂളില് പീർ ഗ്രൂപ്പില് ഒപ്പം പഠിക്കുന്ന മറ്റു കുട്ടികൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന കേൾക്കുമ്പോൾ ആ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഫ്രം ദർ ഹോം, അല്ലെങ്കിൽ ആ വീടിന്റെ ചുറ്റുപാട്, അവിടെ നിന്നായിരിക്കാം കുട്ടി അതൊക്കെ കേൾക്കുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. പലപ്പോഴും സ്കൂളുകളിൽ മീറ്റിംഗ് ഒക്കെ വയ്ക്കുമ്പോൾ സ്കൂൾ അതോറിറ്റീസ് പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ അങ്ങനെ പറയുന്നില്ല, ബട്ട് കുട്ടികൾ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യും. അത് ഒരു പ്രശ്നമാണ്. കുട്ടികൾ അങ്ങനെ അവരുടെ ഒരു ഏർജാണ് പുതിയ പുതിയ വാക്കുകൾ പഠിക്കുക എന്നുള്ളത്. അവരതിന്റെ മീനിങ് പോലും അറിയാതായിരിക്കാം ചില സമയത്ത് ഉപയോഗിക്കുന്നത്. ബസ്സിൽ പോകുമ്പോഴാണ് കുട്ടികൾ കൂടുതലായിട്ടും ബാഡ് വേർഡ്സ് ഉപയോഗിക്കുന്നത്. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിനെ പേടിച്ചിട്ട് അങ്ങനെ പറയില്ല, പക്ഷെ ബസ്സിൽ പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ബസ്സിൽ പോകുമ്പോഴാണ് കുട്ടികൾ, സ്കൂൾ ബസ്സിൽ പോവല്ലോ, അപ്പൊ അവര് ഫുൾ ഫ്രീഡം അല്ലേ, അന്നേരം കൂടുതലായിട്ടും പറയുന്നുണ്ട്. എടാന്നൊക്കെയുള്ള വേർഡൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ബസ് എന്ന് പറയുന്നതാണ്. പിന്നെ ഏജ് പറഞ്ഞു അല്ലെ, ഏജ് നല്ല ശരിക്കും ആ ഒരു കറക്റ്റ് ഏജിൽ പോവുകയാണെങ്കിൽ ചില കുട്ടികളൊക്കെ കറക്റ്റ് അവരുടെ. പിന്നെ ജെനറ്റിക്സ് ഉണ്ട് കേട്ടോ. ചില കുട്ടികള് ഇത്തിരി വലുതായി കഴിയുമ്പോഴേക്കും കഥ എഴുതുന്നു, കവിത എഴുതുന്നു. സോ ദർ ഇസ് സംതിങ് ഇസ് ദാറ്റ്. ആ ഒരു ജെനറ്റിക്കൽ ഫാക്ടർ ഉണ്ട്. ഇവരുടെ ലാംഗ്വേജ് ഇതാവുന്നതിന് ജെനറ്റിക്കൽ ഫാക്ടറും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഏജ്, ജെനറ്റിക്സ്, പിന്നെ എൻവിയോൺമെന്റ്, സോഷ്യലൈസ് ചെയ്യുന്നത്, പിന്നെ മോട്ടിവേഷൻ, ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഹെൽത്ത്, മെന്റൽ ഡെവലപ്മെന്റ്, ഇന്റലിജൻസ്, ഇതെല്ലാം ഇവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തു പോകുമ്പോൾ അവരുടെ വൊക്കാബുലറി, കമ്മ്യൂണിക്കേഷൻ എല്ലാം നന്നായിട്ട് വരും. ലാംഗ്വേജിന്റെ 4 നമ്മൾ പറഞ്ഞല്ലോ, ഏതൊക്കെയായിരുന്നു? ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. 4 ഫാക്ടേഴ്സ്. ആ ഒരു സ്കിൽസ് ആണ് ശരിക്കും. ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. പിന്നെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഇത് ഗൂഗിൾ ചെയ്താൽ നമുക്ക് കുറെ കിട്ടും. അതിൽ അത്യാവശ്യം വേണ്ടുന്നത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ 4 ഫാക്ടേഴ്സ്, അതായത് സ്കിൽസ് ആയിട്ട്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് സ്കിൽസ് അല്ലെങ്കിൽ 4 ഫാക്ടേഴ്സ്: ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. ദെൻ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്: എൻവിയോൺമെന്റ്, ഡെഫിനറ്റ്ലി ഹോം ആൻഡ് സ്കൂൾ, ഇമ്പോർട്ടൻ്റ്ലി. ദെൻ സോഷ്യലൈസ് ചെയ്യുന്നത് മോട്ടിവേഷൻ, ഹെൽത്ത്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, കുട്ടിയുടെ ഇന്റലിജൻസ്, ജെനറ്റിക്സ്. ഇതെല്ലാം ഏജ് ഒക്കെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു ലെസൺ തീർന്നു എന്ന് തന്നെ പറയാം. പിന്നെ ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ അപ്പൊ പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഏജ്, എൻവിയോൺമെന്റ്, സോഷ്യലൈസ് ചെയ്യുന്നത്, സോഷ്യൽ ഇന്ററാക്ഷൻ,
ഹെൽത്ത് ഡെവലപ്മെന്റ്, അത് ഫിസിക്കൽ, മെന്റൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അപ്പൊ ഇത് നമുക്ക് ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഈ ഏരിയകൾ ശ്രദ്ധിച്ചാൽ മതി അല്ലേ. കറക്റ്റ് ഏജിൽ അവർക്ക് വേണ്ടുന്ന ഇന്റർവെൻഷൻസ് കൊടുക്കുക. എൻവിയോൺമെന്റ്, അതിനുള്ള എൻവിയോൺമെന്റ് ലാംഗ്വേജ് ഡെവലപ്മെന്റിന് പറ്റുന്ന രീതിയിൽ എൻവിയോൺമെന്റ് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ ഹെൽത്ത് ശ്രദ്ധിക്കുക. കുട്ടികളുടെ അവരുടെ ഡെവലപ്മെന്റ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ട്, ഫിസിക്കൽ ആയാലും മെന്റൽ ആയാലും എന്തെങ്കിലും ഡെവലപ്മെന്റ് ഇഷ്യൂസ് കാണുവാണെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്ത് പോവുക. ലാംഗ്വേജ് തെറാപ്പിക്കൊക്കെ പോകുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ അവർ ഇതാണ് ചെയ്യുന്നത്. പിന്നെ ചില ആക്ടിവിറ്റീസ് കൊടുക്കും. എന്താണോ ലാംഗ്വേജിൽ അവർക്ക് വന്നിരിക്കുന്ന കുറവ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ കറക്റ്റ് നമ്മൾ ആ ഏജിൽ കണ്ടുപിടിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. നമ്മളിപ്പോ എടുത്തത് പാർട്ട് 2 മോഡ്യൂൾ 1 പാർട്ട് 2 5ാമത്തെ യൂണിറ്റ് ആണ്. നെക്സ്റ്റ് ഞാൻ എന്തെടുക്കും എന്നുള്ളത് നോക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് പാർട്ട് 2 ഏതൊക്കെ എടുത്തോണ്ടിരിക്കുന്നേ ഇപ്പോ എന്നോട് പറഞ്ഞിരുന്നോ? ഓർമ്മയില്ല. സൈക്കോളജി ആണോ ആതിര മിസ് എടുക്കുന്നേ? ആണോ? എന്തോ? ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ ആണ് ആതിര ടീച്ചർ എടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ ആരായിരുന്നു എടുക്കുന്നേ? ഷെറീന മിസ്. ഷെറീന ടീച്ചർ എടുക്കുന്നത് മോണ്ടിസറിയെ കുറിച്ച്, മറിയ മോണ്ടിസറിയുടെ. ഞാൻ അവരോട് ചോദിച്ചിട്ട് നെക്സ്റ്റ് ഏതാ ഞാൻ എടുക്കട്ടെ എന്ന് ചോദിക്കട്ടെ. നമുക്ക് പാർട്ട് 2 ഇപ്പൊ പറഞ്ഞു. പാർട്ട് 2 കഴിഞ്ഞ് പാർട്ട് 3 ആകുമ്പോൾ നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും പറ്റിയ ഒരു ആപ്റ്റ് ടൈം അതാണ് വരുന്നത്. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. കാരണം പാർട്ട് 2 കഴിയുമ്പോഴേക്കും നമുക്ക് കുട്ടികളുടെ ഡെവലപ്മെന്റും അവരുടെ സൈക്കോളജിയും അവരുടെ ബിഹേവിയറും ഒക്കെ നല്ലപോലെ മനസ്സിലാകും. ഇപ്പൊ നമ്മളുടെ മുന്നിൽ കുഞ്ഞുങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരില്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. പാർട്ട് 3 ആകുമ്പോൾ മോണ്ടിസോറി മെത്തേഡ്സ് ആണ്. അതാവുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾക്ക് ഓരോരുത്തർക്കും പല പല ആക്ടിവിറ്റീസ് കൊടുത്താലാണ് അവരിൽ നല്ലൊരു റിസൾട്ട് വരിക. അപ്പൊ ആ ആക്ടിവിറ്റീസ് എന്താന്നുള്ളത് പാർട്ട് 3 ആകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. സോ പാർട്ട് 3 ആകുമ്പോഴേക്കും നമുക്കിത് എങ്ങനെ കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കൊടുക്കണം, അത് പിന്നെ നമ്മളുടെ ഒബ്സർവേഷൻ സ്കില്ലും കൂടും, കോൺസെൻട്രേഷൻ ലെവലൊക്കെ നമ്മളുടെ മാറും. ഇനി ഇപ്പൊ നമ്മൾ 2025 അപ്പൊ ഞാൻ പറയാൻ വരുന്നത്, ഇതുവരെ നിങ്ങൾക്ക് തന്ന അസൈൻമെന്റ്, ആക്ടിവിറ്റി, റെക്കോർഡ് റൈറ്റിംഗ്, ഇതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തങ്ങ് പോകും. എനിത്തിങ്? മാം, റെക്കോർഡ് റൈറ്റിംഗ് എന്നാണ് സബ്മിറ്റ് ചെയ്യേണ്ട? ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഡേറ്റ് പറയൂ. ഫസ്റ്റ് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല മാം, ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇപ്പൊ അബ്രോഡ് ആണ്. അപ്പൊ ഞാനിനി നാട്ടിൽ പോയാലേ എനിക്ക് റെക്കോർഡ് മേടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു ഫെബ്രുവരി പകുതി വെച്ച് മാർച്ചിൽ ടിക്കറ്റ് കൺഫേം ആയില്ല. അപ്പൊ ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാനത് ചെയ്തിട്ട് ഓക്കെ ആക്കിയാൽ മതിയാവോ? ഇങ്ങനെ ലാസ്റ്റ് ഡേറ്റ് എന്തെങ്കിലും ഉണ്ടാവോ? ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊതുവേ ക്ലാസ്സിലുള്ളവരോട് തന്നെ ലാസ്റ്റ് ഡേറ്റ് ചോദിക്കാറാ പതിവ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എല്ലാം കൂടെ ഒരുമിച്ച് ലാസ്റ്റിലേക്ക് വെക്കുമ്പോ ഒരു ഹറിബറി ആയി പോകൂലേ? ഞങ്ങൾക്കൊക്കെ അങ്ങനെയായിരുന്നു. ഇല്ല, വേറെ ഒന്നുമില്ല. എനിക്കിപ്പോ ഞാൻ അസൈൻമെന്റ് എല്ലാം ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് ഗ്രൂപ്പിൽ ഇടാറുണ്ട്. റെക്കോർഡാണ് ഇപ്പം ഇവിടെ നോക്കിയിട്ട് കിട്ടുന്നില്ല സാധനം. പിന്നെ എന്തോ ഒരു ലെറ്റേഴ്സിന്റെ പറഞ്ഞില്ലേ, അതെനിക്ക് ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്ത് പറയാവോ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്? സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആണോ? അതെ മാം, അതെ. കേട്ടോ, ഇന്റേൺഷിപ്പിന്റെ കാര്യമല്ലേ? ക്യാൻ ബി ആസ്ക്ഡ് നൗ ഫോർ ഇന്റേൺഷിപ്പ് സ്കൂൾസിനെ അപ്രോച്ച് ചെയ്തു. യെസ് റീഡ, യു ക്യാൻ ഡു. ബട്ട് ഞാനൊരു കൺസേൺ പറഞ്ഞത്, ഈ പോർഷൻസ് കഴിയുമ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടെ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും സ്കൂളിൽ പോയിട്ട്. വി ഹാവ് ദാറ്റ് ഇൻസൈഡ്, ബട്ട് നിങ്ങൾക്ക് ഇതും കൂടെ കഴിയുമ്പോഴേക്കും കുറച്ചുകൂടെ ഒന്ന് നല്ലപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു തോട്ട് എനിക്ക് വന്നു. അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മുടെ പല ബാച്ചസും ഈ ഒരു പോർഷൻ ആവുമ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂള് ക്ലോസ് ചെയ്യുന്ന ടൈം ആവില്ലേ, സമ്മർ വെക്കേഷൻ, മാർച്ചൊക്കെ ആവുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റണം. എനിക്ക് തോന്നുന്നു ഇപ്പൊ ജാൻ ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴേക്കും ഐ തിങ്ക് യു പീപ്പിൾ ക്യാൻ ഡു. ആ സമയം ആവുമ്പോഴേക്കും മോണ്ടിസോറി മെത്തേഡിലേക്ക് ഞാൻ എത്തും. റെക്കോർഡ് കുഴപ്പമില്ല,
ഓക്കെ റീന, നോ പ്രോബ്ലം, ബി കംഫർട്ടബിൾ. ഇത് റെക്കോർഡിന്റെ കാര്യം പറ്റുന്നവർ ഇപ്പൊ തന്നെ പറഞ്ഞ ഡീറ്റെയിൽസ് തന്ന റെക്കോർഡ് എഴുതിക്കോളൂ. സെക്കൻഡ്, തേർഡ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ്, തേർഡ്, ഫോർത്ത് 3 റെക്കോർഡിന്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ പറഞ്ഞു തരും. നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലാസ് എങ്ങനെ പോകുന്നു? നിങ്ങൾ ഓക്കെ ആണോ? ലൈക്ക് തന്നെത്താനെ സോങ്ങും റൈംസും ഒക്കെ എഴുതാനൊക്കെ റെഡി ആയിട്ടുണ്ടോ? ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് വരണമെങ്കിൽ ഈ ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് സൈക്കോളജി മോൺസോറി മെത്തേഡ് ഒക്കെ ആകുമ്പോഴേക്കും ആ ഒരു ക്രിയേറ്റിവിറ്റി നമുക്കും വരും, നമ്മുടെ ഉള്ളിലും വരും. ഞാൻ എന്റെ ലൈഫിൽ അങ്ങനെ കഥയോ കവിതയോ ഒന്നും എഴുതിയിട്ടുള്ള ഒരാളല്ല. ബട്ട് ഫോഴ്സ്ഫുള്ളി ഐ ഹൗ ടു ഡു. ബട്ട് തുടങ്ങി കഴിഞ്ഞപ്പോണ്ടല്ലോ എവിടെ നിന്നൊക്കെയാണെന്ന് അറിയില്ല, അതിന് പറ്റിയ സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരും. നമ്മൾ വൺസ് അതിന് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുമ്പോഴേക്കും അതൊക്കെ താനെ വരും. ഓക്കെ, സോ ഇന്റേൺഷിപ്പ് പ്ലാൻ ചെയ്തോളൂ. ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ക്ലാസ്സിൽ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുമല്ലോ, അതൊക്കെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് പോവാം, അതൊന്നും പ്രോബ്ലം ഇല്ല. റെക്കോർഡ് പിന്നെ പെൻഡിങ് വെക്കാതെ, വർക്ക് പെൻഡിങ് വെക്കാതെ കുറേശ്ശെയായിട്ട് തീർത്തു. ഐ തിങ്ക് ഒന്നുമില്ലെങ്കിൽ വീക്കെൻഡ്സിൽ നിങ്ങൾ സമയം കണ്ടെത്തുക കുറച്ചധികം, അല്ലെങ്കിൽ എവറി ഡേ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു 30 minutes ഒന്ന് മാറ്റി വെച്ച് എന്തെങ്കിലും പെൻഡിങ് വർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത്, മോക്ക് ടെസ്റ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം സബ്മിറ്റ് ചെയ്ത്. ഇനി മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തെറ്റിപ്പോയി, സോ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണോ, അതൊക്കെ പ്രാക്ടീസ് ചെയ്തൊക്കെ നോക്കാം. ഓക്കെ, സോ 2025 നമ്മളൊന്നും 2024 പെൻഡിങ്സ് എല്ലാം തീർത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പൊ അവിടെ ഗൾഫിൽ അങ്ങനെ കിട്ടില്ലല്ലോ, റെക്കോർഡ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് പറഞ്ഞല്ലോ. സാറില്ല, നാട്ടിൽ വരുമ്പോ ഫെബ്രുവരി അല്ലേ, നെക്സ്റ്റ് മന്ത് വരുമല്ലോ. എന്തായാലും വന്നിട്ട് ക്ലിയർ ചെയ്തോളാം. അതിപ്പം ഉറക്കമില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഞാനത് ക്ലിയർ ചെയ്തോളാം. എനിക്ക് സാൻഡ് പേപ്പറിന്റെ കേസ് കൂടി ഒന്ന് പറഞ്ഞുതരാം, അവിടെ കിട്ടുകയാണെങ്കിൽ ഞാൻ സാൻഡ് പേപ്പർ അവിടെ കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല. അതും നാട്ടിൽ മിക്സ് ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല. കാരണം ഈ സാൻഡ് പേപ്പർ ചെയ്യാൻ പറയുന്ന ടീച്ചിങ് പ്രാക്ടീസ് നമുക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും പറ്റിയൊരു ടൂളാണ് ഇത് കൊണ്ടുപോകാൻ. ഭയങ്കര ഇഷ്ടമായിരിക്കും കുട്ടികൾക്ക് അതിൽ എഴുതിക്കൊണ്ടിരിക്കാനായിട്ട്. അതിലിങ്ങനെ സാൻഡ് പേപ്പർ ചെയ്യേണ്ടത് മെറ്റീരിയൽസ് ഒക്കെ ഞാൻ ഇവിടെ എവിടെയും എടുത്തു വെച്ചു. ഞാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണേ, ഞാൻ കാണിച്ചു തരാം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ. നമുക്ക് സാൻഡ് പേപ്പർ അറിയാലോ? അറിയാം മാം, അറിയാം. അപ്പൊ സാൻഡ് പേപ്പറിൽ റഫ്നെസ് കൂടുതലുള്ളതായിരിക്കും നല്ലത്. അധികം റഫ്നെസ് ഇല്ലാത്തതിനേക്കാളും ഇച്ചിരി റഫ്നെസ് മുമ്പിൽ നിൽക്കുന്നത്, ആ ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന റഫറൻസ് ഉള്ള ഒരു പേപ്പർ എടുക്കുക. നമ്പർ എന്തോ ആണെന്ന് തോന്നുന്നു, 220 അങ്ങനെ എന്തോ ഒരു നമ്പർ ആണെന്ന് തോന്നുന്നു ഈ റഫ്നെസ്സിന്. ആ നമ്പർ അനുസരിച്ച് അവരതിന്റെ റഫ്നെസ് പറയുന്നത്. നമ്മൾ പോയിട്ട് നമ്മളൊന്ന് തൊട്ട് നോക്കിയാലും മതി. നമുക്ക് ഇത്തിരി റഫ്നെസ് നമ്മുടെ ഫിംഗർ ടിപ്സിലൊരു ടിംഗ്ലിംഗ് എഫക്ട് ഒക്കെ തോന്നുന്ന രീതിയിലുള്ള റഫ്നെസ്സിലെ അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമ്മളുടെ ആൽഫബറ്റ്സ് ക്യാപിറ്റൽ എളുപ്പമായിരിക്കും, സ്മോൾ ലെറ്റർ ഇച്ചിരി വിഷമമായിരിക്കും കട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. നമ്മൾ പേപ്പർ കട്ടർ ഇല്ലേ, അത് വെച്ചിട്ട് ഇതിന്റെ സാൻഡ് പേപ്പറിന്റെ എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ തന്നെ ഞാൻ എങ്ങനെ ചെയ്തു എന്നുള്ളത് എനിക്ക് എത്ര ഓർത്തിട്ടും കിട്ടുന്നില്ല. അതൊന്നുമില്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പറിൽ ഇതിന്റെ ഷേപ്പ് വരച്ചിട്ട് അതിന്റെ അത് സാൻഡ് പേപ്പറിന്റെ മുകളിൽ വെച്ചിട്ട് അതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ആരൊക്കെ തിരിച്ചു വെച്ചിട്ട് എഴുതിയിട്ട് കട്ട് ചെയ്തപ്പോ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ മിറർ ഇമേജ് പോലെ ആയിപ്പോയി. ടീച്ചർ എന്റത് പി ഒക്കെ അങ്ങനെ വന്നു, PN അതൊക്കെ അങ്ങനെ വന്നു. ഒന്നും കുഴപ്പമില്ല അല്ലെ? ഇല്ല, മെയിൻ ആയിട്ട് P ആണ് വന്നത്, Pയും പിന്നെ N എഴുതിയപ്പോ അത് മേലോട്ടേക്കുള്ളത് ആയിപ്പോയി. താഴെ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് ഉൾട്ടയായിപ്പോയി. പിന്നെ ഒരു ഞാനത് എടുത്തു വെച്ച സാധനം അത് എവിടേക്കോ ഇവിടെ ഒന്ന് ഒതുക്കുന്ന അതൊക്കെ എവിടേക്കൊക്കെയോ പോയി. അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പൊ അങ്ങനെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് കട്ട് ചെയ്യുക, ആ ഒരു ഷേപ്പാണ് വേണ്ടത്. കട്ട് ചെയ്തിട്ട് നമ്മളത് കളർഫുൾ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ ചാർട്ട് പേപ്പറിലോ എന്തെങ്കിലും കളർഫുൾ പേപ്പറിലോ ഒട്ടിച്ച് അതിന്റെ ബാക്ക് ഒന്ന് കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് ഒട്ടിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പേപ്പർ ആയിട്ട് ഇരിക്കുമ്പോഴേ കുട്ടികളുടെ കയ്യിൽ കിട്ടുമ്പോൾ അവര് ചിലപ്പോ ഒന്ന് ടിയർ ചെയ്യാനൊക്കെ ഉള്ള ഒരു ശ്രമം നടക്കും. കാർഡ്ബോർഡ് പീസ് ആകുമ്പോൾ അത് അങ്ങനെ നല്ല സെക്യൂർ ആയിട്ടിരിക്കും. അതുമല്ല അവരെ കാണിക്കാനും ഒക്കെ നമുക്ക് എളുപ്പം, സൈഡൊന്നും ഫോൾഡ് ആവുമൊന്നുമില്ല. ഞാൻ ചെയ്തത് ചാർട്ട് പേപ്പറിൽ ഒട്ടിക്കുമായിരുന്നു. ഞാൻ ഹാർഡ്ബോർഡ് പീസിലേക്ക് ഞാൻ ഒട്ടിച്ചില്ല. നിങ്ങൾ ഹാർഡ്ബോർഡ് പീസിലേക്ക് ഒട്ടിച്ചിട്ട് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോവുക. നമ്പേഴ്സും അതുപോലെ ചെയ്യണം. നമ്പേഴ്സ് പിന്നെ നമുക്ക് 0 to 9 ആണ്.
ഡിജിറ്റ് കാണിക്കണമെങ്കിൽ അതിന്റെ ഒരു സെറ്റും കൂടി ഉണ്ടാക്കി 1, 2, 3 സെറ്റ്സ് ഉണ്ടാക്കി വെക്കുക. അപ്പൊ പിന്നെ 2 ഡിജിറ്റ് നമ്പർ ഒക്കെ കാണിക്കാൻ എളുപ്പമായിരിക്കും. മിസ്സേ ചെയ്ത മോഡല് മിസ്സിന്റെ ഉണ്ടാവുന്നു. ഇതിലുണ്ട്. ഞാൻ ആ കിറ്റ് ഇവിടെ മേശയുടെ അടിയിലെ വെച്ച കഴിഞ്ഞ ദിവസം മോള് ഇവിടെ എന്തൊക്കെയോ ബുക്സ് ഒക്കെ അടുക്കുന്നതിന്റെ ഇടയ്ക്ക് എന്റെ കിറ്റൊക്കെ വല്ല വഴിക്ക് പോയി തോന്നുന്നു. എവിടെയൊക്കെയോ ഇതായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്ത് വെക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എടുത്ത് വെച്ചേക്കാം കേട്ടോ. കാണിച്ചുതരാം. എന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ബുദ്ധിമുട്ട്. എക്സ്ക്യൂസ് മീ മിസ്, ഒരു കാർഡ്ബോർഡ് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് വെള്ള പേപ്പർ കവർ ചെയ്ത് അതിൽ നമ്മൾ കളർ പെൻസിൽ കൊണ്ട് നല്ലതുപോലെ എഴുതിയാലും മതിയോ? അങ്ങനെയൊക്കെ നമ്പർ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. പക്ഷെ നമ്മളുടെ മോണ്ടിസോറി മെത്തേഡില് മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ഒരു മെറ്റീരിയൽ ആണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. ഇത് കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഉണ്ട്, അതായത് ഇവരുടെ ഫിംഗേഴ്സിലെ കുഞ്ഞു മസിൽസ്, ഇത് നല്ല പോലെ ഡെവലപ്പ് ആയാലാണ് ഇവർക്ക് പെൻസിൽ വെച്ച് എഴുതാനും വരയ്ക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പൊ ഈ റഫ് ആയിട്ടുള്ള ഭാഗത്തിലൂടെ ഇവരിങ്ങനെ വിരലൊടിക്കും. ഇവരുടെ റൈറ്റിംഗ് തുടങ്ങുന്നത് അങ്ങനെയാ. ഇവരുടെ ഫിംഗറിന്റെ ഈ ടിപ്പിൽ ഒരു ടിങ്ക്ലിംഗ് എഫക്റ്റ് വരും. ഈ മസിൽസ് ഒക്കെ നല്ലപോലെ ഡെവലപ്പ് ആകും. ഇത് നല്ലൊരു ഇംപ്രഷൻ ആയിട്ട് ഇവരുടെ ബ്രെയിനിലേക്ക് പോകും. ഇതിലൂടെ വിരലൊടിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിലൊരു റഫ്നെസ് ആണല്ലോ. ഒരു സ്മൂത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ ഒന്ന് തൊട്ട് നോക്കുള്ളായിരിക്കും. ബട്ട് റഫ് ആയിട്ടുള്ളതിലൂടെ വീണ്ടും വീണ്ടും വിരൽ അവർ ഓടിച്ചുകൊണ്ടേയിരിക്കും. സാൻഡ് പേപ്പറിന്റെ ആ ഒരു ടെക്സ്ചർ അങ്ങനെയാണല്ലോ. അപ്പൊ ഇതിങ്ങനെ മൂന്നല്ല ഇതാവും. നമുക്ക് ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോണ്ടിസോറി മെറ്റീരിയൽ ആണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സും നമ്പേഴ്സും. അത് മറിയ മോണ്ടിസോറി ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്ററും കർസീവ് ലെറ്ററും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ക്യാപിറ്റലെങ്കിലും ചെയ്യൂ, അല്ലെങ്കിൽ കുറച്ച് സ്മോൾ ലെറ്ററും കൂടെ ചെയ്യും. ഞാൻ ക്യാപിറ്റൽ മാത്രമായിട്ടോ ചെയ്തിട്ടുള്ളൂ. കാരണം സ്മോൾ ലെറ്റേഴ്സ് അത് കട്ട് ചെയ്യാൻ ഇച്ചിരി പണിയാണ്. കർസീവ് നമുക്ക് വാങ്ങാൻ കിട്ടും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മോണ്ടിസോറി മെറ്റീരിയൽസ് ഒക്കെ ഇത്തിരി കോസ്റ്റ്ലിയാ. നമുക്ക് ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണിത്. നിങ്ങളുടെ പ്രാക്ടിക്കൽസിൽ പെടുന്നതാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത്. മറ്റേതൊക്കെ ചെയ്യാൻ ചിലർ എന്നോട് ഫോം ഷീറ്റ് പോരെ, അതാവുമ്പോ നല്ല ഭംഗിയല്ലേ കാണാൻ എന്ന് ചോദിച്ചു. ഫോം ഷീറ്റ് മനസ്സിലായില്ലേ? ഗ്ലിറ്ററിംഗ് ഷീറ്റ് ഇല്ലേ? യെസ് ടീച്ചർ പറഞ്ഞിരുന്നു അന്ന്. അങ്ങനെയൊക്കെ കുട്ടികൾ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ഭംഗിയല്ലേ മിസ് എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ അതിൽ ഈ തൊടുമ്പോ മൾട്ടി കളർ ആയിരിക്കുമല്ലോ. അതെ, അത് നിങ്ങൾക്ക് കട്ട് ചെയ്യാനും എളുപ്പം. സാൻഡ് പേപ്പർ കട്ട് ചെയ്യാം. പക്ഷെ അതിന് കോസ്റ്റ് ഉണ്ട്. പിന്നെ അത് മാത്രല്ല, നമ്മൾ പറഞ്ഞ ഈ ഒരു ആക്ടിവിറ്റി കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനും പറ്റില്ല. സാൻഡ് പേപ്പറിൽ ചെയ്യിക്കുമ്പോഴാണ് അതിന് റിസൾട്ട് വരുന്നത്. അക്ഷരം അറിയാത്ത, എഴുതാൻ പറ്റാത്ത അങ്ങനെയുള്ള കുറെ കുട്ടികളിൽ നമ്മുടെ ട്രെയിനേഴ്സ് ഈ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് അവർക്കൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നു സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട്. 6ാം ക്ലാസ്സുകാരന് ഇതുപോലെ വന്നിട്ട് നമ്മളുടെ ഒരു ട്രെയിനി അതിന് ട്യൂഷൻ എടുക്കാമോ എന്ന് ചോദിച്ചാൽ ആ കൊച്ചിന്റെ അമ്മ വന്നപ്പോ നമ്മുടെ ഒരു ട്രെയിനി നമ്മുടെ ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആ കൊച്ചിന്റെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തേ. അവനിപ്പോ നല്ലപോലെ എഴുതുകയും വായിക്കുകയും ചെയ്യും. 6th സ്റ്റാൻഡേർഡ് CBSE. സോ ഇതെല്ലാരും ചെയ്യണം എന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. കാരണം വെച്ചാൽ ഇത് അത്രയും യൂസ്ഫുൾ ആണ്. നമ്മുടെ കുട്ടികളിൽ ഒത്തിരി മാറ്റം വരും. അവർ എഴുതാനും വായിക്കാനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇത് അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിച്ച് അവർക്ക് ഇഷ്ടമാണ് ആ ഒരു റഫ്നെസ്. അവരുടെ ഈ എന്നാലാണ് അവർ പെൻസിലൊക്കെ പിടിക്കുമ്പോ കൈ വേദന എടുക്കാതിരിക്കുള്ളൂ. കൈ നല്ല മണ്ണിൽ എഴുതിക്കില്ലേ കുട്ടികളെ? പണ്ടൊക്കെ, ഇപ്പോഴും എഴുതിക്കും. പണ്ടൊക്കെ മണ്ണിൽ എഴുതിക്കില്ലേ? സെയിം തന്നെ. ഇപ്പോഴും എഴുതിക്കും മാം. മോള് ഇവിടെ ബീച്ചിൽ കൊണ്ടുപോകുമ്പോ അവിടെ അങ്ങ് കളിക്കാൻ വിട്ടു കൊടുക്കുമ്പോ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതൊക്കെ ചെയ്യാനായിട്ട്. നമ്മുടെ ഈ നിങ്ങളുടെ ബാച്ചിലാന്ന് തോന്നുന്നു, വേറൊരു ബാച്ചിലാണ് ഒരു ട്രെയിനിങ് ഷെയർ ചെയ്തത്. അതിന്റെ രണ്ട് മക്കളെ ഈ അക്ഷരം ഭയങ്കര മോശമായിരുന്നു. ചെറിയ ക്ലാസ്സിൽ അവർ എഴുതാനും മടി കാണിച്ചു. ആ സമയത്ത് ഈ നമ്മുടെ ട്രെയിനിയുടെ അമ്മ അവർ ഈ പുഴ സൈഡ് അങ്ങനെ കോസ്റ്റൽ ഏരിയയിലാണെന്ന് തോന്നുന്നു, നല്ല മണൽ കിട്ടുമല്ലോ, അത് കുറെ വാരിയെടുത്ത് നല്ലതുപോലെ വാഷ് ചെയ്ത് ഉണക്കി ഒരു കിറ്റിലാക്കി വെച്ചുകൊണ്ട് വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ അത് വിരിച്ചു കൊടുക്കും കുട്ടികൾക്ക് എഴുതാൻ വേണ്ടിയിട്ട്. അവർ അതിലൂടെ കുറെ എഴുതി ആ കുട്ടികൾ ഇപ്പൊ ഹൈസ്കൂളിൽ എന്തോ ആയെന്ന് തോന്നുന്നു. അവർ 7th സ്റ്റാൻഡേർഡിൽ എന്തോ പഠിക്കുമ്പോ സ്കൂളിൽ നിന്ന് വിളിപ്പിച്ചു ഈ കൊച്ചുങ്ങളുടെ അമ്മയെ. കാരണം ഹോംവർക്കും ബാക്കി എഴുതുന്ന കാര്യമൊക്കെ അമ്മയാണോ എഴുതി കൊടുക്കുന്നതെന്ന് സ്കൂളിൽ നിന്നൊരു സംശയം. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പൊ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ്. അപ്പൊ സാൻഡ് പേപ്പറിന്റെ അത് സെയിം, രണ്ടും ടെക്സ്ചർ ഓൾമോസ്റ്റ് സെയിം അല്ലേ? സാൻഡ് പേപ്പറും.
പിന്നെ ഈ മറിയ മോണ്ടിസോറിയുടെ ഒരു മെറ്റീരിയൽ, എല്ലാ മെറ്റീരിയലും നമുക്ക് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ട്രിവാൻഡ്രത്ത് കോട്ടണി സ്കൂളിലും ഞാൻ ടീച്ചേഴ്സ് ചെയ്തത് അവിടെയാണ് നാട്ടിലുണ്ടായിരുന്നപ്പോ. അപ്പൊ അവിടെയും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് പ്ലേ ഏരിയയില് മണലിൽ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. സോ ഇതൊന്ന് നിങ്ങൾ ബാക്കി എന്തോ ഫോം ഷീറ്റ് കൊണ്ടോ അല്ലാണ്ട് നമ്പർ ലെറ്റേഴ്സ് വേറെ കാർഡ് ഉപയോഗിച്ചോ അങ്ങനെ ഇങ്ങനെയൊക്കെ കളർഫുൾ ഒക്കെ ഉണ്ടാക്കി വെച്ചോ. അതൊക്കെ നല്ലത് തന്നെയാണ് നമുക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകും. പക്ഷെ ഇതൊരെണ്ണം ചെയ്യണം. കാരണം നമുക്ക് ലോ കോസ്റ്റിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന മോണ്ടിസോറി മെറ്റീരിയൽ ഒന്ന് ഇതാണല്ലോ. ബാക്കിയൊക്കെ എല്ലാം കോസ്റ്റ്ലി ആ വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. മിസ്സേ നല്ല വലിപ്പത്തിൽ ഉണ്ടാക്കണോ? വലിപ്പത്തിൽ ഉണ്ടാക്കണം എന്ന് വെച്ച് ഞാൻ എന്റെ കൊച്ചു എവിടെയോ കൊണ്ട് വെച്ചെന്ന് എനിക്കൊരു പിടിയില്ല. ഞാൻ എടുത്തിട്ട് തരാം, കാണിച്ചു തരാട്ടോ. ഞാൻ ഉണ്ടാക്കിയത് ഒട്ടിച്ച ആ ഒരു ചാർട്ട് പേപ്പറിന്റെ ഷീറ്റിന് 10 സെന്റിമീറ്റർ ആയിരുന്നു സ്ക്വയറിലുള്ള ഒരു, അതിൽ ഫുൾ നിൽക്കുന്ന, അതായത് എന്റെ ഒരു കൈവെള്ളയിൽ നിൽക്കുന്ന അത്രയും വലുപ്പത്തിലായിരുന്നു ഞാൻ സാൻഡ് പേപ്പർ ചെയ്തത്. അത് ഒട്ടിച്ച ചാർട്ട് പേപ്പർ 10 സെന്റിമീറ്ററിന്റെ സ്ക്വയർ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വലിപ്പം ഊഹിക്കാൻ പറ്റുമല്ലോ. ഓക്കെ ദെൻ ഓക്കെ. സോ നമ്മൾ ഇനി നെക്സ്റ്റ് വീക്ക് അല്ലേ കാണുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ടീച്ചർ. ഹാവ് എ നൈസ് ഡേ. Thank you. Bye. Thank you so much. Thank you, Miss. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. അതിന്റെ ഇടയിൽ ടീച്ചർ, നമ്മുടെ ഷെറീന ടീച്ചർ ഇപ്പൊ എടുത്തത് ഡിസ്കവറി സെറ്റ് കാസാഡി ബാമ്പിനി അതുവരെയാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത് മറിയ മോണ്ടിസറിയിൽ. ഓക്കെ.